ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ താരിണേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഇന്നത്തെ ഒരു ദിവസം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് തന്നെ പറയാം. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ശ്രീ രാധാഷ്ടമി, ജഗന്നാഥ രഥയാത്ര, അതേപോലുള്ള ഒരുപാട് ഉത്സവങ്ങൾ നമ്മൾ കൊണ്ടാടാറുണ്ട്, ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് നമ്മളിതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഒരുപക്ഷെ നാട്ടിൽ അഷ്ടമി രോഹിണി എന്നുള്ള പേരിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്താണതിൻ്റെ മഹത്വം? ഓക്കെ, ശ്രീ ഭഗവാൻ കൃഷ്ണൻ്റെ അവതരിച്ച ദിവസം അല്ലെങ്കിൽ ആവിർഭാവ തിഥി എന്നുള്ളത് ഒരുപക്ഷെ അറിയുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ കൂടുതലൊന്നും അറിയില്ല. കുറേ കുട്ടികൾ കൃഷ്ണൻ്റെ വേഷം ധരിച്ച് വഴിയിലൂടെ ശോഭയാത്ര നടത്തുന്നു. അതിനപ്പുറത്ത് എന്താണുള്ളത് നമുക്കൊന്നും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. രാധാഷ്ടമിയെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. രാധാറാണി ആരാണെന്ന് പോലും അറിയില്ല. ജഗന്നാഥപുരിയെക്കുറിച്ചും രഥയാത്രയെക്കുറിച്ചും ജഗന്നാഥനെക്കുറിച്ചും ആർക്കറിയാമായിരുന്നു? ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ച് ആർക്കറിയാം? ഭഗവാൻ കൃഷ്ണൻ്റെ കാരുണ്യമൂർത്തി സ്വരൂപമായിട്ടുള്ള എല്ലാ അവതാരങ്ങളുടെയും പരിപൂർണ പക്വ അവതാരമായിട്ടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭു, അദ്ദേഹം ആരാണെന്ന് നമുക്കെങ്ങനെ അറിയാമായിരുന്നു? എന്താണ് ഭക്തി എന്ന് നമുക്കറിയില്ലായിരുന്നു. അമ്പലങ്ങളിൽ പോകുന്നു, വഴിപാടുകൾ കഴിക്കുന്നു, പൂജകൾ ചെയ്യുന്നു, യജ്ഞങ്ങൾ ചെയ്യുന്നു, പുഷ്പാഞ്ജലികൾ ചെയ്യുന്നു. പിന്നെ ബ്രാഹ്മണരായിട്ടുള്ളവർ പൂജകൾ ചെയ്യുന്നു, അമ്പലവാസികളായിട്ടുള്ള ആളുകൾ മാല കെട്ടിക്കൊടുക്കുന്നു, അമ്പലം വൃത്തിയാക്കുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ളവരും ചെയ്യാത്തവരും ഞാനുമൊക്കെ അതിൽ വരുന്നു. എന്താണ് പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തിനാണ് ചെയ്യുന്നത്? ഓക്കെ, പൂർവികർ ചെയ്തിട്ടുണ്ട്, അച്ഛൻ ചെയ്യുന്നു, അമ്മ ചെയ്യുന്നു കാണുന്നു, മുത്തശ്ശി ചെയ്യുന്നു കണ്ടിട്ടുണ്ട്, മുത്തശ്ശൻ ചെയ്യുന്നു കാണുന്നുണ്ട്. അതിനപ്പുറത്ത് എന്താണെന്ന് അറിയില്ല. എന്തിനു ചെയ്യണം? തൊഴിലാണ്, കുലത്തൊഴിൽ എന്ന് പറയും. എന്ത് തൊഴിലാണ്? കുലത്തൊഴിൽ. എന്താണ് അതിൻ്റെ പുറകിലുള്ള കാര്യം? ഉപജീവന മാർഗമാണോ? അല്ല. എന്നാൽ അങ്ങനെ അതായത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയില്ല. എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ സേവനം ചെയ്യണമെന്നറിയില്ല. എന്തിനാണ് വഴിപാടുകൾ കഴിക്കുന്നതെന്നറിയില്ല. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലും ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ എൻ്റെ ജോലി ശരിയാക്കി തരണം, വീട്ടിലെ എല്ലാവരുടെയും ആരോഗ്യം നന്നായി കാണണം, സാമ്പത്തിക സ്ഥിതി നന്നായി കാണണം, കുട്ടികൾ നന്നായി പഠിക്കണം, പരീക്ഷ പാസ്സാവണം, ജോലി കിട്ടണം. ഇതിനപ്പുറത്ത് എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? ഇതിനപ്പുറത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട് ഭഗവാനോട്? എല്ലാം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ പോയി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പുഷ്പാഞ്ജലി ചെയ്യുന്നു, സിമ്പിളായിട്ടുള്ള പുഷ്പാഞ്ജലി ആവട്ടെ, നെയ്വിളക്ക് കാണിക്കുന്നു. എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ചോദിക്കുന്നത് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഭക്തി എന്ന് നമുക്കറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. പൂജ്യം. ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഈ മഹാഭാഗവതർ, ഈ മഹാജൻ. ശ്രീമദ് ഭാഗവതത്തിൽ 12 മഹാജനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ ആചാര്യന്മാരെല്ലാവരും മഹാജനങ്ങളാണ്. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന, നമ്മുടെ ജനറേഷനിൽ വന്ന, നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ പോലും, നമ്മളിൽ പലവർക്കും ശ്രീല പ്രഭുപാദനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും, എന്നാലും നമ്മുടെ ജനറേഷനിൽ തന്നെയാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും മഹാജനാണെന്നിവിടെ ഉറക്കെ നമുക്ക് പറയുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം മഹാജൻ തന്നെയാണ്. 12 മഹാജനങ്ങളിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ.
ശ്രീല പ്രഭുപാദിൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാനില്ല. ഗൗഡിയ മഠത്തിൽ ശ്രീല ഭക്തി സുന്ദർ ഗോവിന്ദ മഹാരാജ് പ്രഭുപാദിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദീക്ഷാഗുരുവായിട്ടുള്ള ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ ശിഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഗോഡ് ബ്രദറാണ്. അദ്ദേഹം ശ്രീല പ്രഭുപാദിന് വേണ്ടി ഒരു പ്രണാം മന്ത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചൊല്ലുന്ന പ്രണാം മന്ത്രം, ശ്രീല പ്രഭുപാദിൻ്റെ പ്രണാം മന്ത്രം നമ്മൾ ചൊല്ലുന്നു. ഇത് വേറെ പ്രണാം മന്ത്രമാണ്, മനോഹരമാണ്. നമാ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ, അത് സെയിമാണ്. സ്വാമി ശ്രീ ഭക്തിവേദാന്ത പ്രഭുപാദായ തേ നമഃ. ഗുരുവാജ്ഞാം ശിരസി ധൃത്വ ശക്ത്യാവേശ സ്വരൂപിണേ ഹരേ കൃഷ്ണേതി മന്ത്രേണ പാശ്ചാത്യ പ്രാച്യതാരണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ എന്ന് പറയുന്ന വരിയുടെ അർത്ഥം നമുക്കറിയാം. നമ്മൾ ആ ഹിസ് ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ പ്രണാമം സമർപ്പിക്കുന്നു. അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ്റെ വളരെ പ്രിയപ്പെട്ട പാർഷദനാണ്. അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക്, നമ്മളിരിക്കുന്ന ഈ ലോകത്തേക്ക് വരുന്നു. പറയുന്നു, ഗുരുവാജ്ഞാം ശിരസി ധൃത്വ. ഗുരുവിൻ്റെ ആജ്ഞ, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ, ഇൻസ്ട്രക്ഷൻ, ശിരസി ധൃത്വ, ശിരസിലേറ്റിക്കൊണ്ട്, വേറൊന്നും നോക്കാതെ ഗുരു ആജ്ഞ തന്നു, ശിരസിലേറ്റി, അത് പിന്നെ നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം പോകുന്നു മുന്നോട്ട്. ഗുരുവാജ്ഞം ശിരസി ധൃത്വ ശക്തിയാവേശ സ്വരൂപിണേ. ശ്രീല പ്രഭുപാദി ശക്തിയാവേശ അവതാരമാണ്. ആരുടെ? സ്വരൂപിണേ. സ്വരൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചതത്വയിലെ സ്വരൂപ ആരാണ്? ശ്രീ നിത്യാനന്ദ പ്രഭു. ശ്രീ നിത്യാനന്ദ പ്രഭുവാണ് പ്രചരണം, മഹാപ്രഭു പ്രചരണം, ഹരേ കൃഷ്ണ ആന്തോളനം തുടങ്ങുന്നു. എന്നാൽ മുന്നോട്ട് പിന്നീട് കൊണ്ടുപോകുന്നത് ശ്രീ നിത്യാനന്ദ പ്രഭുവാണ്. നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹാകൃപ നമുക്ക് കാണാൻ സാധിക്കും കൃഷ്ണാവബോധത്തിൽ. ഇപ്പോൾ ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ ശക്തിയാവേശ അവതാരം, ഗുരുവാജ്ഞാം ശിരസി ധൃത്വ ശക്തിയാവേശ സ്വരൂപിണേ ഹരേ കൃഷ്ണേതി മന്ത്രേന. ഹരേ കൃഷ്ണ മഹാമന്ത്രം പാശ്ചാത്യ പ്രാച്യതാരിണി. നമ്മൾ ചൊല്ലുന്ന പ്രണാം മന്ത്രത്തിൽ പാശ്ചാത്യ ദേശതാരിണി എന്ന് പറയുന്നുണ്ട്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഭാഗവതവും ഭക്തിയുത സേവനങ്ങളെക്കുറിച്ചും പ്രചരണം ചെയ്തു ആര്? ശ്രീല പ്രഭുപാദ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചൊല്ലുന്ന പ്രണാം മന്ത്രത്തിൽ. ഇവിടെ പറയുന്നു ഹരേ കൃഷ്ണതി മന്ത്രേന പാശ്ചാത്യ പ്രാച്യ. അതായത് ലോകമെമ്പാടും, പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമല്ല, വെസ്റ്റേൺ കൺട്രീസ് മാത്രമല്ല, ഈസ്റ്റേൺ കൺട്രീസും, ലോകം മുഴുവനും. അതാണ് പറയുന്നത് പാശ്ചാത്യ പ്രാച്യ താരിണി. എല്ലാവരെയും ഉദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം അവതരിക്കുന്നു. ശക്തിയാവേശ അവതാരം എന്ന് ഉദ്ദേശിക്കുന്നത്, ശക്തിയാവേശ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശക്തിയാവേശ അവതാരങ്ങൾ ഒരിക്കലും ഭഗവാനല്ല, ഭഗവത് സ്വരൂപങ്ങളല്ല, ജീവതത്വങ്ങളാണ്. ഭഗവാൻ പരിശുദ്ധ ഭക്തരാണ്. എന്നാൽ ഭഗവാൻ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ശക്തി, ഭഗവാന്റെ ഒരു എംപവർമെൻറ്റ്, ഭഗവാന്റെ സ്പെഷ്യലായിട്ടുള്ള ശക്തി ഇവരിൽ കൊടുക്കുന്നു. അതുകൊണ്ട് അവർക്ക് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ശ്രീല പ്രഭുപാദി തീർച്ചയായിട്ടും അദ്ദേഹം ഭഗവാന്റെ ഒരു നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹാകൃപാപാത്രമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകൃപാപാത്രമാണ്. അദ്ദേഹം ആ ശക്തി, അദ്ദേഹത്തിനുള്ളിൽ ആ ശക്തി സഞ്ചരിപ്പിച്ചിട്ടുള്ളത് ശ്രീ നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും തന്നെയാണ്, അതിന് സംശയമില്ല. അല്ലെങ്കിൽ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും ആളുകളിലേക്ക് ഭഗവാന്റെ തിരുനാമം എത്തിക്കുവാനും ശ്രീമദ് ഭാഗവതത്തെ എത്തിക്കുവാനും സാധിക്കില്ലായിരുന്നു. 1896 ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ, ശ്രീല പ്രഭുപാദിൻ്റെ ഗുരുവിൻ്റെ അച്ഛൻ, ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദിൻ്റെ ഗുരുവും അതേപോലെ ഗുരു എന്ന് ഉദ്ദേശിക്കുന്ന ശിക്ഷാഗുരുവും അച്ഛനുമായിട്ടുള്ള ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ, അദ്ദേഹം 1896 ഒരു പുസ്തകം, മഹാപ്രഭുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതി അദ്ദേഹം കാനഡയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ, മെഗിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം അയക്കുന്നു.
ഒന്ന് ആലോചിക്കണം. ശില ഭക്തിവിനോദ് ടാക്കൂർ വന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ശിഷ്യനാണ് പ്രഭുപാദ്. ശില പ്രഭുപാദ് എത്തിയിട്ടില്ല, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ശില ഭക്തിവിനോദ് ടാക്കൂറിൻ്റെ കാലം, ഭക്തിവിനോദ് ടാക്കൂർ ഉള്ളപ്പോൾ പ്രഭുപാദ് ഇവിടെ അവതരിച്ചിട്ടുണ്ട്, എന്നാലും ജനിച്ചിട്ടുണ്ട്, ആവിർഭാവം നടന്നിട്ടുണ്ട്. എന്നാലും അതിന് മുമ്പേ പ്ലാനാണ് നോക്കുന്നത്. ഭഗവാന്റെ പ്ലാൻ ഒന്ന് നോക്കും, മഹാപ്രഭുവിൻ്റെ പ്ലാനാണിത്. ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ച് അദ്ദേഹം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് അദ്ദേഹം മെഗൽ യൂണിവേഴ്സിറ്റിയിൽ, കാനഡയിലേക്ക് അയക്കുന്നു. അതിനുള്ളൊരു പെർമിഷൻ കിട്ടി അവിടേക്ക് അയക്കുവാണ്. അവിടെ ലൈബ്രറിയിൽ വെക്കാനും അവിടുത്തെ പ്രൊഫസേഴ്സിനും, തിയോളജി ഫോളോ ചെയ്യുന്ന പ്രൊഫസേഴ്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേ ശില ഭക്തിവിനോദ് ടാക്കൂറിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു മഹാപ്രഭുവിൻ്റെ ആഗ്രഹമാണ്, മഹാപ്രഭുവിൻ്റെ ആഗ്രഹമായിരുന്നു പൃഥ്വി മുഴുവനും ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ, ശ്രീമദ് ഭാഗവതം എത്തിക്കുക എന്നുള്ളത് കൃഷ്ണൻ്റെ ആഗ്രഹമാണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വരുന്ന ആ ഒരു വൈഷ്ണവ ആചാര്യന്മാരിൽ വെച്ച് ശില ഭക്തിവിനോദ് ടാക്കൂറും അതേ രീതി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. മഹാപ്രഭുവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു, അത് സാധിപ്പിക്കണം. അതിനുവേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ഞാൻ തുടങ്ങട്ടെ, ബാക്കി ഇനി വരാൻ പോകുന്ന ജനറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകം 1896 ഈ പുസ്തകം അയക്കുന്നു. അന്നേ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഒരു മഹാപ്രഭുവിൻ്റെ ഒരു കൈകൾ അവിടെ കാണാം. ആ 1896 തന്നെയാണ് നമ്മുടെ ശീല പ്രഭുപാദ് അവതരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ജനിക്കുന്നത് ഈ ലോകത്ത്. 1896 ഭക്തിവിനോദ് ടാക്കൂർ പുസ്തകം അയക്കുന്നു കാനഡയിലേക്ക്. അതേ വർഷം പ്രഭുപാദ് ഇവിടെ വരുന്നു. കോയിൻസിഡൻസ് ആയിട്ട് തോന്നും നമുക്ക്, ഇതെല്ലാം ഭഗവാന്റെ പ്ലാനാണ്. ഭക്തിവിനോദ് ടാക്കൂർ, ശില ഭക്തിവിനോദ് ടാക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു, മഹാപ്രഭു ഇത് മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ലിമിറ്റേഷൻ, എനിക്കും പ്രായമായി വരുന്നു, ഇത് മുന്നോട്ട് ഇനി എങ്ങനെ കൊണ്ടുപോകണം, ഈ ഒരു ഗൗഡീയ പരമ്പര എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, മഹാപ്രഭുവിൻ്റെ ആഗ്രഹം എങ്ങനെ സാധിപ്പിക്കണം, മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തനിയെ സാധിക്കില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങ് ഒരു മകനെ അയക്കൂ, ആരെങ്കിലും അയക്കൂ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അങ്ങനെയായിരുന്നു. അതനുസരിച്ച് ഭഗവാൻ ശില സരസ്വതി ടാക്കൂർ പ്രഭുപാദിനെ അയക്കുന്നു അദ്ദേഹത്തിൻ്റെ മകനായിട്ട്. ശില സരസ്വതി ടാക്കൂർ പ്രഭുപാദ്, അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല വാക്കുകൾ. സിംഹഗുരുവായിരുന്നു അദ്ദേഹം. എല്ലാ അപസിദ്ധാന്തങ്ങളെയും ഖണ്ഡിക്കുന്നു. ധൈര്യമായിട്ട് ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള അത്രമാത്രം പവറായിരുന്നു അദ്ദേഹത്തിന്. അത്രമാത്രം അറിവും പവറും അതേപോലെ തന്നെ ഉത്സാഹവും നമുക്ക് കാണാമായിരുന്നു. ശില സരസ്വതി ടാക്കൂർ പ്രഭുപാദനെ പോലെ സ്കോളറായിട്ടുള്ള ആരുമില്ല. സംസ്കൃത പണ്ഡിതൻ, ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യസിദ്ധാന്തം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. സരസ്വതി ടാക്കൂറിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് പറയാനില്ല. അദ്ദേഹത്തിന് അറിയാത്ത ലാംഗ്വേജുകളില്ലായിരുന്നു, ഭാഷകളില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വായിച്ചാൽ പോലും മനസ്സിലാവില്ല, അത്രയും ഹൈ സ്റ്റാൻഡേർഡാണ്. ഇന്നും നമുക്കറിയാം. ബ്രഹ്മസംഹിത എന്ന് പറയുന്ന ചെറിയ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുക. അതിലെ ഭാവാർത്ഥം അദ്ദേഹം നേരിട്ട് ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളതാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ഡിക്ഷണറിയും കൂടെ അടുത്ത് വയ്ക്കണം, അത്രയും സ്റ്റാൻഡേർഡാണ് അദ്ദേഹത്തിന്. ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂർ, ശില പ്രഭുപാദ്, അദ്ദേഹം ആണ് പിന്നീട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം 64 ഗൗഡീയ മഠങ്ങൾ സ്ഥാപിച്ചു. ഒരുപാട് ശിഷ്യരുണ്ടായി അദ്ദേഹത്തിന്. എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇനി നിങ്ങളാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എൻ്റെ കാലം കഴിയാറായി, നിങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളിലും ലോകം മുഴുവനും ഇത് പ്രചരിപ്പിക്കണം, സാധിക്കുമെങ്കിൽ ചന്ദ്രനിൽ പോയിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്ക് ശക്തിയും ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹവും കൊടുത്തു. കുറേ പേര് അതിനുവേണ്ടി ശ്രമിച്ചു. കുറച്ച് പേര് ലണ്ടനിലേക്ക് പോയി. ശിലഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യർ പോയി കുറച്ച് കാലമൊക്കെ അവർ നല്ല രീതിയിൽ പ്രചരണം ചെയ്തു. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അവർ തിരിച്ചു വന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അഭയ് ബാബു
ശ്രീമൻ ഗൗർ മോഹൻ ദേയുടെയും ശ്രീമതി രജനി ദേയുടെയും മകനായിട്ട് 1896 കൽക്കട്ടയിൽ ജനിക്കുന്നു നമ്മുടെ അഭയ് ബാബു ശീല പ്രഭുപാദ്. ചെറുപ്പം മുതലേ അദ്ദേഹം ഭഗവാന്റെ കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമായിരുന്നു. ശ്രീമാൻ ഗൗർ മോഹൻ ദേവ് പ്രഭുപാദ് എപ്പോഴും പറയും, എൻ്റെ അച്ഛൻ ശുദ്ധഭക്തനായിരുന്നു. ഏതെങ്കിലും സാധുക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ പറയും, എൻ്റെ മകനെ അനുഗ്രഹിക്കൂ, രാധാറാണിയുടെ ഭക്തനാവാൻ വേണ്ടി അനുഗ്രഹിക്കൂ എന്ന് പറയാറുണ്ട്. കുട്ടിക്കാലത്തെ രാധാകൃഷ്ണൻ്റെ ഒരു ശ്രീമൂർത്തി വിഗ്രഹം പ്രഭുപാദിന് കൊടുത്തിരുന്നു. പ്രഭുപാദ് കുട്ടിക്കാലത്ത് തന്നെ പൂജകൾ ചെയ്യുന്നു. അവരെ വളരെ ചെറിയ ഡീറ്റീസാണ്, പൂജ ചെയ്യുന്നു, എന്തെങ്കിലും പ്രസാദം ഭോഗ ഓഫർ ചെയ്യും. അങ്ങനെ പ്രഭുപാദ് കുട്ടിക്കാലം മുതലേ ഇതെല്ലാം പരിശീലിച്ചിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമുണ്ട്, അവിടെയും അവർ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണാവബോധം ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല വൈഷ്ണവ കുടുംബമായതുകൊണ്ട് അതെല്ലാം ചെറുപ്പം മുതലേ അദ്ദേഹം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ രഥയാത്ര നടത്തുന്ന കാര്യവും, അദ്ദേഹം കുട്ടിക്കാലത്തെ രഥയാത്ര നടത്തും, ഇതൊക്കെ ഇവിടെ കുറച്ച് പേര് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. പ്രഭുപാദിൻ്റെ ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭഗവാനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രോസസ്സിലുള്ള വിശ്വാസം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കോളേജ് ലൈഫിലേക്ക് കടക്കുന്നു. ആ സമയത്താണ് മഹാത്മാഗാന്ധിയുടെ ആ ഒരു മൂവ്മെൻറ്റ് വളരെ കൂടുതൽ നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ കോളേജിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിയുന്നു. പിന്നീട് അദ്ദേഹം അതിനുശേഷം ഗ്രാജുവേഷന് ശേഷം അദ്ദേഹം പഠിക്കാൻ മിടുക്കനായിരുന്നു. പ്രഭുപാദിനും ഇതേപോലെ ഒരുപാട് ലാംഗ്വേജസ് അറിയാമായിരുന്നു. നല്ല കഴിവുള്ള, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന, വളരെ ഭംഗിയായിട്ട് എഴുതാൻ അറിയാം, വളരെ ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയാം, അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴുമൊക്കെ. അതിനുശേഷം അദ്ദേഹം ഫാർമസിസ്റ്റായി ജോലി തുടങ്ങുന്നു. അതിനുശേഷം ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വരെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. 1918 ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു. രാധാറാണി ദേവി എന്ന് പറയുന്ന ശ്രീമതി രാധാറാണി ദേവിയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. 1922 അദ്ദേഹം സരസ്വതി ഠാക്കൂർ പ്രഭുപാദിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപാടുണ്ട് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ, നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള സമയമില്ല. ആദ്യമായിട്ട് 1922 അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗുരുവിനെ കാണുന്നു. ആദ്യത്തെ ദർശനത്തിൽ തന്നെ മനസ്സിലായി പ്രഭുപാദിന് ഇതാണ് എൻ്റെ ഗുരു എന്നുള്ളത്. ഇതിനു മുമ്പും ഒരുപാട് സാധുക്കളെ കണ്ടിട്ടുണ്ട്, സന്യാസിമാരെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. എന്നാൽ സരസ്വതി ഠാക്കൂർ പ്രഭുപാദിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ആ ഭാവം ഇതിനു മുമ്പ് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശരണം അദ്ദേഹം പ്രാപിച്ചു. ഹൃദയത്തിൽ, എക്സ്റ്റേണലി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന് കുറച്ചും കൂടെ സമയമെടുത്തു. എന്നാൽ ഇൻറ്റേർണലി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നുമായിരുന്നു ഇതാണ് എൻ്റെ ഗുരു. 1933 അദ്ദേഹം ദീക്ഷ എടുക്കുന്നു സരസ്വതി ഠാക്കൂർ പ്രഭുപാദിൽ നിന്ന്. ദീക്ഷ എടുക്കുന്ന സമയത്തെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രഭുപാദിന്. അതായത് അങ്ങ് ഭാഷ അറിയുന്ന വ്യക്തിയാണ്, വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, ഇംഗ്ലീഷ് നന്നായി എഴുതാനും വായിക്കുവാനും സംസാരിക്കാനും അറിയാം, വിദ്യാഭ്യാസമുണ്ട്, സംസ്കൃതം നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അങ്ങ് ഇത് മുന്നോട്ട് ശിഷ്യനോട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്, മുന്നോട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇത് എത്തിക്കണം, പുസ്തകങ്ങൾ എഴുതണം, തർജ്ജമ ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുന്നു. തുടക്കത്തിൽ പ്രഭുപാദ് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ ഹൃദയത്തിൽ സ്വീകരിച്ചു, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. കാര്യം ഫാമിലി ഗൃഹസ്ഥാശ്രമത്തിലാണ് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകരുന്നു. നല്ല രീതിയിൽ ബിസിനസ്, ഈ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇതെല്ലാം തകരുന്നതും. ജീവിതത്തിൽ ഒരുപാട് ആ സമയത്ത് വീട്ടിൽ നിന്നുള്ള പ്രഷർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ ആജ്ഞയുണ്ട്, ഇതെങ്ങനെ നിറവേറ്റണമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. 1936 നമ്മുടെ പ്രഭുപാദ് AC ഭക്തിവേദാന്ത സ്വാമി മഹാരാജ്
ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദന് ഒരു കത്തെഴുതുന്നു. അന്ന് 1936 ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് ജഗന്നാഥ്പുരിയിലാണ്. ചാത്തക് പർവ്വതം എന്ന് പറയുന്ന മഹാപ്രഭു ജഗന്നാഥ്പുരിയിൽ ചാത്തക് പർവ്വതം കാണുമ്പോൾ, ചാത്തക് പർവ്വതം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മണൽ കൊണ്ടുള്ള മല. മഹാപ്രഭു ഈ മല കാണുമ്പോൾ ഓടും. ഗോവർദ്ധനാണെന്ന് പറഞ്ഞ് ഓടാറുണ്ട്. എന്നിട്ട് അവിടെ ഗോവർദ്ധൻ്റെ അല്ലെങ്കിൽ ഈ ചാത്തക് പർവ്വതൻ്റെ കീഴിൽ ഉരുളുന്നു, അല്ലെങ്കിൽ അവിടെ പോയി അദ്ദേഹം അഷ്ടസാത്വിക വികാരങ്ങളൊക്കെ അതോടുകൂടി അദ്ദേഹം ഡാൻസ് കളിക്കുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും മഹാപ്രഭുവിൻ്റെ ലീലയിൽ. ആ ചാത്തക് പർവ്വതത്തിലായിരുന്നു ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് താമസിച്ചിരുന്നത്. ആ സ്ഥലത്തായിരുന്നു ലീല നടന്നിട്ടുള്ള സ്ഥലത്ത്. ഇപ്പോഴും ജഗന്നാഥ്പുരിയിൽ പോകുമ്പോൾ നമുക്ക് പോകാൻ സാധിക്കും. ചാത്തക് പർവ്വതത്തിൽ അവിടെ ഒരു സരസ്വതി ഠാക്കൂറിൻ്റെ ഒരു മന്ദിരമുണ്ട്. അതേപോലെ മനോഹരമുള്ള ഒരു ആശ്രമമുണ്ട് അവിടെ. ഇപ്പോൾ ഒരു ഗൗഡി മഠമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ആണ് ഈ ഒരു കത്ത് കിട്ടുന്നത്. അഭയ് ബാബു കത്ത് എഴുതിയിരിക്കുന്നു. ചോദിക്കുന്നു ഗുരുവിനോട്, അങ്ങ് എനിക്ക് ദീക്ഷ തന്നു, അങ്ങേ ഞാൻ ദർശനം അങ്ങയുടെ കിട്ടിയിട്ടും കുറച്ച് വർഷങ്ങളായി, വളരെ കുറച്ച് ദിവസങ്ങളെ എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. എനിക്ക് അങ്ങയുടെ കൂടെ ഞാനില്ല. ഞാൻ അങ്ങയെ സേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഗൃഹസ്ഥാശ്രമത്തിലാണ് ഞാൻ. അങ്ങയുടെ കൂടെ ഒരുപാട് അങ്ങയുടെ ശിഷ്യന്മാരുണ്ട്. അവരൊക്കെ അങ്ങയെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരിട്ട് വപ്പു സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അധപതിച്ചിട്ടുള്ള ആൾ എനിക്ക് അങ്ങേക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങയുടെ അടുത്ത് എനിക്ക് ഇരുന്ന് അങ്ങയെ വപ്പു സേവ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം എനിക്കില്ല. അങ്ങ് എനിക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അത് പാലിക്കാനുള്ള ഒരു പ്രാപ്തിയോ കഴിവോ എനിക്ക് ഇല്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കത്തെഴുതുവാണ്. ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് ഈ കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കത്തെഴുതി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുവാണ്. ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ തിരിച്ച് ഇദ്ദേഹം റിപ്ലൈ കൊടുക്കുന്നു. പറയുന്നു, ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയവും ഫിസിക്കലി ഗുരുവിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കുക എന്നുള്ളതാണ്. വാണി എന്ന് പറയുന്നത് ശാശ്വതകാലം ഗുരുവിൻ്റെ വാണി നമ്മുടെ കൂടെ ഉണ്ടാവും. ഗുരു ഈ ലോകം വിട്ട് തിരിച്ച് ഭഗവദ്ധാമത്തിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഗുരുവിൻ്റെ ആജ്ഞ ഉണ്ടാവും, ഗുരുവാണി ഉണ്ടാവും. അപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട അഭയ് ബാബു. അഭയ ചരണാരവിന്ദ, അന്ന് ഭക്തി വേദാന്ത സ്വാമി ആയിട്ടില്ല, അഭയചരണായിട്ടുള്ളൂ. അഭയചരൺ ദാസ്. ഒന്നും ആലോചിക്കേണ്ട, വിഷമിക്കേണ്ട, മുന്നോട്ട് പൊക്കോളൂ. എൻ്റെ അനുഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് എങ്ങനെയെങ്കിലും സാധിപ്പിക്കാൻ നോക്കൂ. ഇത് എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. എൻ്റെ എല്ലാവിധ ശക്തിയും ഞാൻ അങ്ങേക്ക്, എൻ്റെ ശിഷ്യനായിട്ടുള്ള നിനക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കത്തെഴുതുന്നു, മറുപടി എഴുതുന്നു. പ്രഭുപാദന് ഒരാഴ്ച 10 ദിവസത്തിനകത്ത് റിപ്ലൈ കിട്ടുന്നു ഗുരുവിൽ നിന്ന്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് ഈ ലോകം വിട്ടു പോവാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കുറച്ച് സമയത്തിൽ, സരസ്വതി ഠാക്കൂർ പ്രഭുപാദിൻ്റെ അവസാനത്തെ കുറച്ച് സമയത്തിൽ നടന്നിട്ടുള്ളതാണ് ഇതെല്ലാം. അദ്ദേഹത്തിൻ്റെ സരസ്വതി ഠാക്കൂർ പ്രഭുപാദിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം അദ്ദേഹം അഭയ് ചരൺ ദാസിനോട് പറയുന്നു. അതിനു മുമ്പും വേറെ ശിഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സക്സസ്ഫുൾ ആയിട്ടില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം പ്രസൻറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രഭുപാദ് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കത്തും കൂടെ വായിച്ചപ്പോൾ പ്രഭുപാദിൻ്റെ ഹൃദയത്തിൽ അത് തറച്ചു കയറി. അദ്ദേഹം അത് ശരിക്കും നേരത്തെ നമ്മൾ പ്രണാമന്ത്രത്തിൽ വായിച്ചതുപോലെ ശിരസിൽ അത് ഏറ്റു വാങ്ങി ചിന്തിക്കുമായിരുന്നു, ഇനി ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. എനിക്കറിയില്ല, ഗൃഹസ്ഥാശ്രമം ഉണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഉപജീവന മാർഗം ഇല്ലാത്തൊരവസ്ഥയിലാണ്, ബിസിനസ് കംപ്ലീറ്റ്ലി തകർന്നു പോയി. അങ്ങനെ അവസാനം
എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്ന സമയമാണ് അദ്ദേഹം. കുറച്ച് വർഷങ്ങളെടുത്തു. 1944 അദ്ദേഹം ആദ്യമായിട്ട് ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസിൻ എഴുതുന്നത്. നമ്മുടെ പ്രഭുപാദ് സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതണം എന്നുള്ളതൊക്കെ. പിന്നെ സരസ്വതി ഠാക്കൂർ പ്രഭുപാദിന് ഉള്ള സമയത്ത് അദ്ദേഹത്തിനൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ളൊരു കാര്യം നമ്മുടെ പ്രഭുപാദിൻ്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഈ മാഗസിൻ ഇറക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് ടു ഗോഡ് ഹെഡ്, ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള മാർഗം പറഞ്ഞുകൊണ്ട്, അതായത് ഡിവോഷണലായിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള മാഗസിൻ ഇറക്കുന്നു. ഇനി മാഗസിൻ പ്രിൻ്റ് ചെയ്യാൻ പൈസയില്ല, സ്പോൺസേഴ്സ് ഇല്ല, ഒന്നുമില്ല. ഇദ്ദേഹം തന്നെ ആർട്ടിക്കിൾസ് എഴുതുന്നു. കംപ്ലീറ്റ്ലി ആചാര്യന്മാരുടെ ചരിത്രങ്ങളും ഭഗവാന്റെ ലീലകളൊക്കെ ചേർത്തുകൊണ്ട് ആർട്ടിക്കിൾസ് എഴുതുന്നു. ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു. ഭഗവത്ഗീതയെക്കുറിച്ച് എഴുതുന്നു, ഭാഗവതത്തെക്കുറിച്ച് എഴുതുന്നു. മനോഹരമായിട്ടുള്ള മാഗസിനാണ്. അതെല്ലാം അദ്ദേഹം തന്നെ എഴുതുന്നു, അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്യുന്നു. ഇതൊന്നും ചെയ്യാൻ വേറെ ആളില്ല. ഇനി ഇത് പ്രിൻ്റ് ചെയ്യണം, ഡിസൈൻ ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം, പൈസയില്ല, ഒന്നുമില്ല. 1944 അദ്ദേഹം തുടങ്ങി. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ വർഷം കഴിഞ്ഞപ്പോൾ 1950 അദ്ദേഹം ഗൃഹസ്ഥ ജീവിതം അവസാനിപ്പിച്ചു, വാനപ്രസ്ഥം സ്വീകരിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം ഡൽഹിയിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ഈ ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസിൻ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഓൾറെഡി 4-5 വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അവസാനം അദ്ദേഹം ഡൽഹിയിലൂടെ വൃന്ദാവനത്തിലേക്ക് എത്തുന്നു. പിന്നെ അവിടെ നിന്നാണ് പിന്നെ എല്ലാം തുടങ്ങുന്നത്. വൃന്ദാവനത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. 1952 ആദ്യമായിട്ട് അദ്ദേഹം ഈ ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസിൻ പ്രിൻ്റ് ചെയ്യുന്നു. അതിനു മുമ്പ് ബാക്കി എഴുതലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വേണ്ട രീതിയിൽ. പ്രിൻ്റ് ചെയ്യാൻ നേരത്ത് അവിടെ കുമാർ ജെയിൻ എന്ന പേരുള്ള ഒരാളെ എങ്ങനെയോ കണ്ടുപിടിച്ച് അദ്ദേഹം പ്രിൻ്റ് ചെയ്യാമെന്ന് ഏൽക്കുന്നു. പ്രഭുപാദ് നേരിട്ട് പോയി അദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് പോയി ഇരിക്കുവാണ്. കാലത്ത് മുതൽ രാത്രി വരെ 24 മണിക്കൂറും ആ പ്രിൻറ്റിംഗ് പ്രസ്സിലിരിക്കുവാണ് മാഗസിൻ കിട്ടാൻ വേണ്ടി. ആരുമില്ല കൂടെ, ഒറ്റയ്ക്ക്. എന്നിട്ട് ആ ബാക്ക് ടു ഗോഡ് മാഗസിൻ എടുത്ത് ഇതിനി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ആർക്ക് കൊടുക്കും? നമ്മുടെ ഇന്നത്തെ കാലത്ത് ചായക്കട കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ചായക്കടകൾ കുറവാണ്. എന്നാൽ കുറച്ചൊരു വർഷങ്ങൾ 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചായക്കടകൾ കാണാം വഴിയിൽ. ഇതേപോലെ ഒരുപാട് ടീ ഷോപ്സ് ഉണ്ട് ഡൽഹിയിൽ അന്ന്, മാർക്കറ്റുകളിൽ. ഈ പുസ്തകങ്ങളായിട്ട് 10 കോപ്പി 20 കോപ്പി 30 കോപ്പി എത്ര കോപ്പിയാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ആ മാഗസിൻസ് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ചന്തകളിലൂടെ നടക്കും. ചായക്കടകളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കും 1 രൂപയ്ക്ക്. കടകളിൽ ഇറങ്ങി ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലവരത് കക്കിലയായിട്ട് ഉപയോഗിക്കും. ഈ മാഗസിൻ പ്രഭാതന മുമ്പിൽ വെച്ച് തന്നെ അതെല്ലാം സഹിച്ചു. മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കണം, ഇതിനപ്പുറത്തൊന്നുമില്ല. അന്ന് തുടങ്ങിയതാണ് ഒറ്റയ്ക്കുള്ള യാത്ര പ്രഭുപാദ്. അവസാനം ഭഗവാന്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് ഓരോ ദിവസം കഴിയുമ്പോഴും ഭഗവാന്റെ ഒരു എംപവർമെൻറ്റും ഗുരുവിൻ്റെ ശക്തിയും അദ്ദേഹത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1959 അദ്ദേഹം സന്യാസം എടുക്കുന്നു. സന്യാസം എടുക്കേണ്ടത് ഒരു ആവശ്യമായി മനസ്സിലായി അദ്ദേഹത്തിന്. കാര്യം ഇനി കൂടുതൽ പ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ആശ്രമം സ്വീകരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അവസാനം സന്യാസം സ്വീകരിക്കുന്നു. രാധാ ദാമോദർ അമ്പലത്തിൽ വൃന്ദാവനത്തിൽ അദ്ദേഹം താമസം തുടങ്ങുന്നു. അവിടെ ഇരുന്നാണ് പിന്നീട് മുന്നോട്ട് ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസിനും അതേപോലെ പ്രഭുപാദ് ഭഗവത്ഗീത ട്രാൻസ്ലേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പ്രോപ്പറായി പ്രിൻ്റ് ചെയ്ത് പുസ്തക രൂപത്തിൽ കൊണ്ടുവരുന്നു. അതേപോലെ ഭാഗവതം ട്രാൻസ്ലേഷൻ ഭാവാർത്ഥം എഴുതി തുടങ്ങി.
ആരുമില്ല സഹായിക്കാൻ. തനിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. തനിയെ ഇതെടുക്കും, പുസ്തകങ്ങൾ എടുക്കും, ഡൽഹിയിൽ പോകുന്നു, പ്രിൻ്ററിൻ്റെ അവിടെ ഇരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒരു ദക്ഷിണ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഡൊണേഷൻ കൊണ്ടാണ് പ്രഭുപാദ് ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. വയസ്സൊന്നും കൂടെ നോക്കണം. രാധാ ദാമോദർ അമ്പലത്തിൽ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം അവിടെ അടിച്ചു വാരും, ചൂലെടുത്ത്. എല്ലാ ദിവസവും. ഇന്ന് കാണുന്ന രാധാ ദാമോദർ ടെമ്പിൾ അല്ല അന്ന്. 1959 ഉള്ള അമ്പലം അങ്ങനെയല്ല. ഇന്ന് അവിടെ ഫുൾ കൺസ്ട്രക്ഷൻ ആയിട്ടുണ്ട്. ഇന്ന് വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, ബിൽഡിംഗ് പോലെയായി. അങ്ങനെ ആയിരുന്നില്ല അമ്പലം. ശ്രീല റൂപ ഗോസ്വാമിയുടെ സമാധി മന്ദിർ, അവിടെ മുകളിൽ റൂഫൊന്നും ഉണ്ടായിരുന്നില്ല. റൂപ ഗോസ്വാമിയുടെ സമാധി മന്ദിർ, അതുപോലെ ഒരുപാട് സമാധികളുണ്ട് നമ്മുടെ ആചാര്യന്മാരുടെ. അവിടെ ഒരു ചെറിയൊരു റൂമിൽ ഇന്നും ശില ഭക്തിവേദാന്ത സ്വാമി മഹാരാജിൻ്റെ പ്രഭുപാദിൻ്റെ ഒരു റൂമുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട് അവർ. ആ ചെറിയ റൂമിലിരിക്കും, അവിടെ ഇരിക്കുന്നു. അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം, അവിടെ കിടക്കുന്നു, ഉറങ്ങുന്നു, അവിടെ തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. ഒരു ചെറിയ കിച്ചണും ഉണ്ട്. ആ കിച്ചൻ്റെ ജനൽ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് രൂപ ഗോസ്വാമിയുടെ സമാധിയാണ് മുമ്പിൽ. എല്ലാ ദിവസവും അദ്ദേഹം ആ അമ്പലം മുഴുവനും അടിച്ചു വാരും. എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടാണ് അടിച്ചു വരുന്നത്. എല്ലാ ദിവസവും, ഓ രൂപ ഗോസ്വാമി, ഓ സനാതൻ ഗോസ്വാമി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് മുന്നോട്ട് ഞാൻ എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ഗുരുവിൻ്റെ ആജ്ഞയുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇത് എങ്ങനെ കൊണ്ടുപോകണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യണമെന്നുള്ളത് എന്നെ സഹായിക്കൂ. എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഗുരുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കണം എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ ഇനിയും എൻ്റെ ജീവിതത്തിലുള്ള ലക്ഷ്യം. പക്ഷെ അത് എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങളെന്നെ സഹായിക്കൂ, എന്നെ അനുഗ്രഹിക്കൂ. കരയും അദ്ദേഹം. അടിച്ചു വാരിക്കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് രൂപഗോസ്വാമിയോട് പ്രാർത്ഥിക്കുക. രൂപഗോസ്വാമിയുടെ സമാധി മന്ദിറിൽ, രൂപഗോസ്വാമിയുടെ സമാധി മന്ദിറിൽ രൂപഗോസ്വാമി അവിടെയുണ്ട്, ജീവഗോസ്വാമിയുണ്ട്, എല്ലാ ഗോസ്വാമിമാരും ഉണ്ട് അവിടെ. ഒരുപാട് ആചാര്യന്മാരുടെ സമാധിയുള്ള അമ്പലമാണ്. പ്രഭുപാദിന് ഒരു ദിവസം ദർശനം കൊടുക്കുവാണ്. രൂപഗോസ്വാമി ദർശനം കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അഭയചരൺ സ്വാമി, ഭക്തിവേദാന്ത സ്വാമി, അന്ന് ഭക്തിവേദാന്ത ആയിട്ടില്ലെങ്കിൽ പോലും അങ്ങ് ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ, ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ. മുന്നോട്ട് പൊക്കോളൂ, ധൈര്യമായിട്ട് മുന്നോട്ട് നടന്നോളൂ, ഞങ്ങൾ പുറകിൽ തന്നെയുണ്ട്, പുറകിലുണ്ട്, ധൈര്യമായിട്ട് പൊക്കോളൂ. പ്രഭുപാദിൻ്റെ സ്വപ്നത്തിൽ ഒരിക്കൽ രൂപഗോസ്വാമി വരുവാണ് ചെയ്യുന്നത്. അന്ന് മനസ്സിലായി പ്രഭുപാദിന്, ഞാൻ ഇങ്ങനെ അവരുടെ അനുഗ്രഹമുണ്ട്, അവരുടെ എംപവർമെൻ്റ് ഉണ്ട്, ഇനി അത് എങ്ങനെയെങ്കിലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. തനിയെ അദ്ദേഹം പിന്നെ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. കോൺഫിഡൻസ് വന്നു അദ്ദേഹത്തിന് ഒന്നും കൂടെ രൂപഗോസ്വാമി ദർശനം കൊടുത്തപ്പോൾ. എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു ശീല പ്രഭുപാദ്. എങ്ങനെയൊക്കെയോ മൊറാർജി ഫാമിലിയിലുള്ള സുമതി മൊറാർജിയെ കാണുന്നു. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക് പോകാൻ, അന്നത്തെ കാലത്ത് അമേരിക്ക, ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്ക അന്ന് വേൾഡ് ഫേമസ് ആയി തുടങ്ങുന്ന സമയമാണ്. ഇന്ത്യൻസ് ഒന്നും അവിടെ പോയി തുടങ്ങിയിട്ടില്ല. പക്ഷേ എല്ലാ ഡെവലപ്മെൻറ്റും നടക്കുന്ന സയൻസും ടെക്നോളജിയും അന്നും മുന്നിലായിരുന്നു അമേരിക്കയിൽ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് കൃഷ്ണാവബോധം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ഇന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇത് കൂടുതൽ പ്രചരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഇന്ത്യയിൽ ഇത് തുടങ്ങാൻ ശ്രമിച്ചു. ഝാൻസിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ശ്രമിച്ചു ഈ കൃഷ്ണാവബോധം, ഈ പ്രസ്ഥാനത്തെ തുടങ്ങാൻ. ഓൾറെഡി ഗൗഡി മഠമുണ്ട്. സരസ്വതി ഠാക്കൂർ പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസ് കുറേ പേര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. പ്രഭുപാദും അവരെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു പ്രചരണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല. വേണ്ട രീതിയിൽ ശില സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് ആഗ്രഹിച്ച പോലെ ഇത് മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പുറത്തു വന്നു. പിന്നീട് അദ്ദേഹം തനിയെ ശ്രമിക്കുകയാണ്.
ആരുടെ സപ്പോർട്ടും കിട്ടിയില്ല. പ്രഭുപാദ് പറഞ്ഞു, ഞാൻ ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആരും സമ്മതിച്ചില്ല. പ്രഭുപാദിൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. തനിയെ തന്നെ അദ്ദേഹത്തിന് ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദിൻ്റെയും ഭക്തിവിനോദ് ഠാക്കൂറിൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ തനിയെ അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു. അവരും ഗൗഡി മഠം അവരുടെ രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രഭുപാദിന് വേണ്ട സപ്പോർട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്നത്തെ സമയത്ത് എല്ലാം നല്ല രീതിയിൽ പോകുന്നു. പ്രഭുപാദ് തന്നെ ഇറങ്ങുന്നു. കൽക്കട്ടയിൽ സുമതി മൊറാർജിയെ കാണുന്നു. വലിയ ബിസിനസ്സുകാരിയാണ്, ഒരുപാട് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ ചരക്ക് കപ്പൽ പോവും ഇടയ്ക്ക് അമേരിക്കയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും. റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് അവിടേക്ക് അമേരിക്കയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്തിനാ? അവിടെ പോയിട്ട് ജോലിക്കാണോ? അവിടെ പോയി വലിയ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണോ? അവിടെ പോയി വല്ല യോഗ സ്റ്റുഡിയോ തുടങ്ങാനാണോ? അല്ല, ശ്രീമദ് ഭാഗവതം കൊണ്ടുപോകാൻ, ഹരേകൃഷ്ണ മഹാമന്ത്രം എത്തിക്കാൻ. വേറെ ഒന്നുമായിരുന്നില്ല ആഗ്രഹം. അവിടെ പോയി ഗ്രീൻ കാർഡ് എടുത്ത് അവിടെ താമസിക്കാനല്ല പ്രഭുപാദ് പോയത്. പ്രഭുപാദിൻ്റെ ആഗ്രഹം. സുമതി മാത പറഞ്ഞു, ഈ പ്രായത്തിൽ അങ്ങ് എവിടെ പോകാനാണ്? 70 വയസ്സായി. 70 വയസ്സിൽ അങ്ങ് എവിടെ പോകുന്നു? അവിടെ തണുപ്പുള്ള സ്ഥലമാണ്, അങ്ങേക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അങ്ങേക്ക് അവിടെ ആരെയും അറിയില്ല, പിന്നെ എവിടേക്കാണ് പോകുന്നത്? പ്രഭുപാദിൻ്റെ ഒരേ ഒരു നിശ്ചയദാർഢ്യമായിരുന്നു, എനിക്ക് പോയേ പറ്റൂ. 70 വയസ്സ് എനിക്കൊരു വിഷയമല്ല. 70 വയസ്സ് എനിക്കൊരു വിഷയമല്ല. എന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകാൻ സഹായിക്കൂ. കാലിൽ വീണ് അപേക്ഷിക്കുമായിരുന്നു. ആദ്യം അവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം പ്രഭുപാദിൻ്റെ ഡിറ്റർമിനേഷൻ കണ്ടു. 70 വയസ്സുള്ള ഒരു വ്യക്തി, വയസ്സായിട്ടുള്ളൊരു വ്യക്തിക്ക്, അന്ന് 69 വയസ്സാണ്, 69-70 വയസ്സുള്ള പ്രഭുപാദിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ, ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ, ശരിക്കും പറയാൻ ഭക്തിമാർഗത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാത്ത സുമതി മൊറാർജിയുടെ മനസ്സ് പോലും അലിഞ്ഞു. അവർ നല്ലൊരു പുണ്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു പയസായിട്ടുള്ള ഡിവോഷണലായിട്ടുള്ള ഒരു സ്ത്രീയാണ്, സംശയമില്ല. എന്നാൽ പ്രഭുപാദിൻ്റെ ഈ ഒരു ഡിറ്റർമിനേഷൻ കണ്ടപ്പോൾ അതിൽ അവർക്കും ഒരു ദയ തോന്നി. എന്നിട്ട് ചെറിയൊരു സ്പേസ് കൊടുക്കുന്നു കപ്പലിൽ. അങ്ങനെ 1965 അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു. 69-ാമത്തെ വയസ്സിൽ ജലദൂത എന്ന് പറയുന്ന ആ കാർഗോ ഷിപ്പിൽ, ചരക്ക് കപ്പലിൽ കയറിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, കിടക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഭക്ഷണമില്ല, ഒന്നുമില്ല. ചെറിയ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുക്കറുണ്ട്, വേറെ ഒന്നുമില്ല. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ബോക്സുണ്ട്. ഭാഗവതം ഓൾറെഡി 1-2 ആദ്യത്തെ കാൻറ്റോ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവർദ്ധൻ ശിലയുണ്ട്, ശാലിഗ്രാം ശില, ഗോവർദ്ധൻ ശില അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ചൈതന്യ ചരിതാമൃതമുണ്ട്, അതിൻ്റെ ബംഗാളി വെർഷൻ. ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല, അപ്പോഴും ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഭാഗവതമാണ് അദ്ദേഹം തുടങ്ങിയത്. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ 2 പെയർ ഡ്രസ്സും, വേറെ ഒന്നുമില്ല. 40 രൂപ, ഇന്ത്യൻ രൂപയും, ഒന്നുമില്ല. കയറിയിരിക്കുന്നു. അദ്ദേഹം ജലദൂതയിൽ കയറുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ, പ്രഭുപാദിൻ്റെ മകൻ വൃന്ദാവൻ ചന്ദ്രപ്രഭു എന്ന് പറയും, അച്ഛൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം, ഇത്രയും അച്ഛന് വയസ്സായി, ഈ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അച്ഛൻ്റെ ആരോഗ്യം സമ്മതിക്കില്ല, ഒന്നും കൂടെ ആലോചിച്ചൂടെ എന്ന് ചോദിച്ചു. അന്ന് സന്യാസം എടുത്തിട്ടുണ്ട് അദ്ദേഹം. എന്നാലും പ്രഭുപാദ് പറഞ്ഞു, എനിക്കിനി വേറെ ഒന്നുമില്ല ജീവിതത്തിൽ, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല, ഇതേ എനിക്ക് ചെയ്യാനുള്ളൂ, ഇത് മാത്രമേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം കയറുന്നു. 37 ദിവസമെടുത്തു ബോസ്റ്റണിൽ എത്താൻ വേണ്ടി. ബോസ്റ്റൺ, അവിടെ കോമൺവെൽത്ത് പിയർ എന്ന് പറയുന്ന ഹാർബറിലാണ്, ബോസ്റ്റൺ ഹാർബറിലാണ് ഈ ഷിപ്പ്, ചരക്ക് കപ്പൽ എത്തുന്നത്. 37 ദിവസം എടുത്തു അദ്ദേഹത്തിന് അവിടെ എത്താൻ. ക്യാപ്റ്റൻ പാണ്ഡ്യ നല്ലൊരു വ്യക്തിയായിരുന്നു, കപ്പലിൻ്റെ കപ്പിത്താൻ, ക്യാപ്റ്റൻ. അദ്ദേഹമായിട്ട് ഇടയ്ക്ക് സംസാരിക്കും പ്രഭുപാദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സപ്പോർട്ടും ഒരു കോൺട്രിബ്യൂഷനും, അദ്ദേഹത്തിന് ഈവൻ ഭാഗവതം കൊടുക്കുന്നു, അദ്ദേഹം ദക്ഷിണ കൊടുക്കുന്നു പ്രഭുപാദിന്. അപ്പോൾ ആ ക്യാപ്റ്റൻ പറയുന്നു, ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് ഞാൻ ഈ അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി
നമ്മൾ അറബിക് ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ അറേബ്യൻ സീയിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ അമേരിക്കയിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കപ്പൽ വഴി ഒരുപാട് പ്രാവശ്യം അദ്ദേഹം സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു, ഇന്നേ വരെ ഈ അറ്റ്ലാന്റിക് മഹാസമുദ്രം ഇത്രയും ശാന്തമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എപ്പോഴും പ്രശ്നമാവാം, എപ്പോഴും വലിയൊരു റിസ്ക് ആയിരുന്നു ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരു ജീവിതത്തിൽ ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ശാന്തമായിട്ട്. പ്രഭുപാദിൻ്റെ കൂടെ പ്രഭുപാദുണ്ട്, ഭഗവാനുണ്ട്, ഭാഗവതമുണ്ട്, ചൈതന്യ ചരിതാമൃതമുണ്ട്. ഭഗവാൻ തന്നെ നേരിട്ട്, ക്യാപ്റ്റൻ പാണ്ഡ്യ ഒരു കപ്പിത്താനായിരുന്നു വെച്ചാലും ഭഗവാൻ നേരിട്ടായിരുന്നു കപ്പൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ബോസ്റ്റണിൽ എത്തുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നറിയില്ല പ്രഭുപാദിന്. എവിടെ പോകണമെന്നറിയില്ല, ആരെ കാണണമെന്നറിയില്ല. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേണ്ട ആ ഒരു തണുപ്പ് കാലത്ത് ഇടാനുള്ള ഡ്രസ്സും ഇല്ല, ജാക്കറ്റില്ല, സ്വെറ്ററില്ല. ബോസ്റ്റൺ എന്ന് പറയുന്ന അമേരിക്കയിൽ ചില സമയങ്ങളിൽ വിൻ്ററിലൊക്കെ മൈനസ് ഡിഗ്രീസിലാണ് അവിടെ ടെമ്പറേച്ചർ. അത്രയും തണുപ്പുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെയാണ് പ്രഭുപാദ് പോകുന്നത്. അതും സെപ്റ്റംബർ സമയത്ത് പോകുമ്പോൾ ആ സമ്മർ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. വല്ലാത്തൊരു സമയം. പ്രഭുപാദിന് അറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ കൃപ കൊണ്ട് അങ്ങനെ 1-2 ആളുകളായിട്ട് പരിചയമൊക്കെ ആയി. അദ്ദേഹത്തിന് ഒരു താമസിക്കാൻ പെൻസിൽവാനിയയിൽ ഒരു ചെറിയൊരു ഷെയറിങ് ഒരു ഫാമിലിയുടെ കൂടെ താമസിക്കാൻ അവസരം കിട്ടുന്നു. നോൺ വെജിറ്റേറിയൻ കുക്ക് ചെയ്യുന്നുണ്ട് അവർ. അതേ ഫ്രിഡ്ജിൽ പ്രഭുപാദ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പച്ചക്കറികൾ വെക്കുന്നു. ഒരേ ഫ്രിഡ്ജിനകത്ത്. പ്രഭുപാദ് സഹിച്ചു, ഒരക്ഷരം മിണ്ടിയില്ല. സന്യാസി, പരമഹംസ സന്യാസിയാണ്. ഒരു അക്ഷരം മിണ്ടിയില്ല. കാര്യം സ്ഥലവും സാഹചര്യവും അനുസരിച്ച് നമ്മൾ ടോളറേറ്റ് ചെയ്യണമെന്ന് പ്രഭുപാദിന് അറിയാം. ആചാര്യനാണെന്ന് അദ്ദേഹം നമ്മളെ തെളിയിക്കുകയാണ്. അദ്ദേഹം ടോളറേറ്റ് ചെയ്തു, ഒരക്ഷരം മിണ്ടിയില്ല. കാര്യം അദ്ദേഹത്തിന് അറിയാം, ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടണം, ഇവിടെ കുറച്ച് ഒരു ബേസ് ഉണ്ടാക്കണം, എന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അവസാനം മഹാകൃപ കൊണ്ട് അദ്ദേഹത്തിന് ന്യൂയോർക്കിൽ എത്താൻ സാധിക്കുന്നു. ന്യൂയോർക്കിൽ ഒരാളായിട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇൻട്രസ്റ്റായി. അവിടുത്തെ അമേരിക്കൻ അദ്ദേഹത്തിന് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ചു പ്രഭുപാദ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു തുടങ്ങി. ഒരു ചെറിയ റൂമിൽ ഇവർ രണ്ടുപേരോട് താമസിക്കുന്നു. ഇനീഷ്യലി ഒരുപാട് പ്രഭുപാദിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് മയക്കുമരുന്ന് സേവനമുണ്ടായിരുന്നു. മയക്കുമരുന്ന് കഴിച്ചൊരു ദിവസം അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോയി. തോക്കെടുത്തു, പ്രഭുപാദിനെ ചൂണ്ടി. ടൈപ്പ് റൈറ്റർ ഒരു കയ്യിൽ ഭാഗവതത്തിൻ്റെ പെട്ടി എടുത്ത് പ്രഭുപാദ് ഓടുവാണ്. ന്യൂയോർക്കിലെ ബവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അപകടം പിടിച്ച നൊട്ടോറിയസ് ആയിട്ടുള്ള സ്ഥലം. 3-4 മാസങ്ങൾ മുമ്പ് അമേരിക്കയിൽ ഞാൻ പോയ സമയത്ത് ഈ സ്ഥലത്തൂടെ പോയിരുന്നു. ഇന്ന് കുറച്ചുകൂടി ഡെവലപ്ഡാണ്, കുഴപ്പമില്ല. എന്നാലും അപകടം പിടിച്ച സ്ഥലമാണ്. ഒരുപാട് മയക്കുമരുന്നും ഒരുപാട് തട്ടിപ്പും കൊള്ളയടിയും നടക്കുന്ന സ്ഥലമാണ്. അവിടെയായിരുന്നു പ്രഭുപാദ്. കാര്യം അവിടെ താമസിക്കാനുള്ള കാര്യം, അവിടെയാണ് ചീപ്പായിട്ടുള്ള ഒരു സ്ഥലം താമസിക്കാൻ. വേറെ സ്ഥലത്ത് അഫോർഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടോ പ്രഭുപാദിൻ്റെ? ആരുടെയും ഇല്ല. ഇതും ഈ ഒരു വ്യക്തിയുടെ കൃപ കൊണ്ട് അവിടെ താമസിക്കുമായിരുന്നു. എന്നിട്ട് സംഭവിക്കുന്ന ഇതാണ്. ഓടുന്നു പ്രഭുപാദ് പാവം 70ാമത്തെ വയസ്സിൽ. ഇന്നും അവിടെ ബവറിയിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് പാർക്കുകൾ, ചെറിയ പാർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കാൻ ബെഞ്ചുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരേ ഒരു കാഴ്ച, ഇന്നും ഒരേ ഒരു കാഴ്ചയെ കണ്ടിട്ടുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ നടന്നു പോകുമ്പോൾ പേടിയാവും നമുക്ക്. ഓരോരോ ആളുകളുടെ രൂപം കാണുമ്പോൾ മുടിയെല്ലാം വളർത്തി അവരുടെ രൂപം കാണുമ്പോൾ തന്നെ പേടിയാവും. ആ ഡ്രഗ്സ് കഴിച്ചിട്ടും
ചെയ്തിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള അവരുടെ അവസ്ഥ കാണുമ്പോൾ പേടിയാവും നമുക്ക്. അന്നത്തെ 1965 66 ഇത് പീക്കായിരുന്നു. ഹിപ്പീസ് ആ ഒരു കൾച്ചർ തുടങ്ങുന്ന ഒരു സമയമാണ്. വീട്ടിൽ പറയുന്ന അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എഗൻസ്റ്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ട് ജീവിക്കുന്ന ആ ഒരു സംഭവം തുടങ്ങുന്നൊരു കാലമാണ്. അപ്പോൾ തോന്നിവാസങ്ങൾ അന്ന് എല്ലാം ഓപ്പണായിരുന്നു. ഇന്ന് കുറേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്, പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് പോലീസും പട്ടാളം ആ ഇൻവോൾവ്മെൻ്റ് ഒക്കെ കുറവായിരുന്നു. കാര്യം ഈ കൾച്ചർ തന്നെ ആദ്യമായിട്ട് വന്നിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് പ്രഭാത് അവിടെയുള്ളത്. അവസാനം പ്രഭാത് ഈ ടൈപ്പ് റൈറ്ററും ഭാഗവതത്തിൻ്റെ പെട്ടിയുമായിട്ട് ബവറിയിലൂടെ നടന്ന് അവസാനം വേറൊരു അതിന് മുമ്പ് പരിചയപ്പെട്ട ഒരു കാളെന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എങ്ങനെയോ പോകുന്നു. എന്നിട്ട് പറയുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്നെ രക്ഷിക്കണം, എനിക്ക് താമസിക്കാനൊരു സ്ഥലം വേണം. അദ്ദേഹം പറഞ്ഞു, ശരി, കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ. അദ്ദേഹവും ഭാര്യയും കൂടെ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്, ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലാണ്. പ്രഭാതിന് ചെറിയൊരു സ്ഥലം കൊടുത്തു താമസിക്കാൻ. അപ്പോൾ കാൾ എന്ന് പറയുന്ന വ്യക്തി നല്ല ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ കൾച്ചറൊക്കെ ഇഷ്ടമായിരുന്നു. സംസ്കൃതം പ്രഭാത് അദ്ദേഹത്തെ പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്നാൽ ഭാര്യയ്ക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പ്രഭാത് അവിടെ താമസിക്കുന്നതിന്. അവസാനം എങ്ങനെയൊക്കെയോ കാളിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃപ, അദ്ദേഹം വേറൊരു മൈക്കിൾ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെയാണ് അവസാനം 26 സെക്കൻഡ് അവന്യൂവിൽ ന്യൂയോർക്കിൽ ഒരു ചെറിയൊരു സ്റ്റോറ് കിട്ടുന്നത്, മാച്ച്ലെസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇന്നും ആ സ്റ്റോറുണ്ട്. ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് അത് ഇസ്കോണിൻ്റെ അടിയിലാണ്. നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇസ്കോൺ ചെറിയ സ്റ്റോർ ഫ്രണ്ടാണ്. പ്രഭാത് താമസിച്ചിരുന്നത് അതിൻ്റെ തൊട്ട് പുറകിലൊരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഇപ്പോൾ ഈ സ്റ്റോർ എന്ന് പറയുന്നത് സ്ട്രീറ്റിലാണ്, ഒരു കട പോലെയാണ്. മാച്ച്ലെസ് ഗിഫ്റ്റ് എന്നാണ് ഇന്നും പേര്. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ ഒരു ചെറിയൊരു പ്രഭാതിൻ്റെ എൻ്റെ കയ്യിൽ ഫോട്ടോയും വീഡിയോ ഉണ്ട്, സമയമുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ പ്രഭാതിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആ അപ്പാർട്ട്മെൻറ്റ് അതൊന്നും അവൈലബിൾ അല്ല. ഇന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് മാച്ച്ലെസ് ഗിഫ്റ്റ് ആ സ്റ്റോർ കിട്ടിയിട്ടുണ്ട്. അപ്പാർട്ട്മെൻ്റ് ഒന്നും കിട്ടിയില്ല. കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടില്ല. നമുക്ക് കാണാം അവിടെ പ്രഭാത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് പ്രചരണം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഭഗവത്ഗീത ക്ലാസ് എന്ന് ഭഗവത്ഗീതയെക്കുറിച്ച് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചെറിയൊരു കടലാസിൽ ഒട്ടിച്ച് അവിടെ മാച്ച്ലെസ് ഗിഫ്റ്റിൻ്റെ മുമ്പിൽ ഒട്ടിച്ച് വയ്ക്കും. തിങ്കൾ ബുധൻ വെള്ളി 3 ദിവസങ്ങളിൽ ഭഗവത്ഗീത ക്ലാസ് 1 മണിക്കൂർ. ആര് വരാനാണ്? ആർക്ക് അറിയുമെന്നെങ്കിലും വഴിയിലൂടെ നടന്നു പോകുന്ന ആരെങ്കിലും എന്തെങ്കിലും കാണുന്ന അന്നത്തെ കാലത്ത് ഹിപ്പികൾ അവർക്ക് ഈ പല ടൈപ്പ് ഓഫ് ഡ്രഗ്സ് കഴിച്ച് പുതിയ ഡ്രഗ്സ് ആണ് അവരുടെ, അതായത് ഇതുവരെ ചെയ്യാത്തത് ചെയ്യണം, ഇതുവരെ ഉപയോഗിക്കാത്ത ഡ്രഗ് ഉപയോഗിക്കണം, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതൽ എവിടെയെങ്കിലും കിട്ടുമോ ടേസ്റ്റ്, കൂടുതലെങ്കിലും ഹൈ ആവാനുള്ള ഒരു അവസരമുണ്ടോ എന്ന് നോക്കി നടക്കണം അവർ. ആ സമയത്ത് അവർ എന്ത് കണ്ടാലും അത് ട്രൈ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഒരാൾ വന്നു തുടങ്ങി, ഇതെന്താണ് ഈ മാച്ച്ലെസ് ഗിഫ്റ്റിനകത്ത് എന്ത് നടക്കുന്നതെന്ന് അറിയില്ല ആളുകൾക്ക്. ഒരാൾ വന്നു, 2 ആൾ വന്നു, അങ്ങനെ കുറച്ചാൾ വന്നു. വരുമ്പോൾ പ്രഭാത് അവിടെ ഇരുത്തും. എന്നിട്ട് നല്ല കുറച്ച് വാക്കുകൾ പറയും, അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു സ്വാമി വരുന്നു, ഇത്രയും പ്രായമുള്ളൊരു സ്വാമി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ആളുകൾക്ക് വലിയ ഇമ്പ്രഷനായി. അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ എന്നും വന്നു തുടങ്ങി. പ്രഭാത് അവർക്ക് പ്രസാദം ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് വേണ്ടി പ്രസാദം കുക്ക് ചെയ്ത് അവരുടെ പ്ലേറ്റ് പോലും പ്രഭാത് കഴുകുമായിരുന്നു. ഒന്നും അവർ ചെയ്യില്ല. കാര്യം ഹിപ്പികൾക്ക് എന്തറിയാനാണ്? വീട് പോലും ഉപേക്ഷിച്ച് വന്നിട്ടുള്ളവരാണ്. കുളിക്കില്ല, ഡ്രസ്സില്ല പ്രോപ്പർലി. ഈ പറയുന്ന ഡ്രഗ്സ് മാത്രമേ ഉള്ളൂ അവർക്ക് ലൈഫിൽ, വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് പ്രഭാത് അവർക്ക് വേണ്ടി ചിലപ്പോൾ 10 പേരുണ്ടാവും, 20 പേരുണ്ടാവും. അവർക്ക് വേണ്ടി പ്രഭാത് കുക്ക് ചെയ്യും, നല്ല പ്രസാദം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവരുടെ പ്ലേറ്റ് കഴുകും. അവർ പോയി കഴിഞ്ഞാൽ കിച്ചൺ വൃത്തി എല്ലാം പ്രഭാത ചെയ്യുന്നത്. ഒരാൾ പോലും സഹായിച്ചിട്ടില്ല തുടക്കത്തിൽ. അന്ന് ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 2 ആഴ്ച ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രഭുപാദ് അദ്ദേഹം ചെയ്തു. അദ്ദേഹം ക്ലാസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ആ സമയത്ത് അദ്ദേഹം ക്ലാസ് നടത്തുമായിരുന്നു.
ആ സമയത്ത് അദ്ദേഹം ഇരിക്കും, അടുത്ത് ഒരു ഡിക്റ്റാഫോൺ ഉണ്ടാവും, ആ റെക്കോർഡിംഗ് ഓൺ ചെയ്യും, സംസാരിക്കും. ആളില്ല, ആരുമില്ല, ഡിക്റ്റാഫോണിൽ റെക്കോർഡിംഗ് നടക്കുന്നു. അങ്ങനെ ഭഗവത്ഗീത അന്ന് എഴുതിയിട്ടുള്ള ഭഗവത്ഗീത അദ്ദേഹം കുറച്ച് ദിവസം ക്ലാസ് എടുത്തു. അന്ന് ആളുകൾ വന്ന് തുടങ്ങുന്നേക്കാൾ മുമ്പ്. ആളുകൾ വരുന്നില്ല, ആളുകൾ വരണ്ടേ, കുറേ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത്. പക്ഷെ പ്രഭുപാദ് അത് കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ചെയ്യുന്ന പോലെയല്ല, ആളില്ല എന്ന് വിചാരിച്ച് പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ല. അദ്ദേഹം ഹി സ്റ്റാർട്ടഡ്, റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡിംഗ് ആണ് നമ്മുടെ ഭഗവത്ഗീത യഥാരൂപത്തിൽ ഇൻട്രൊഡക്ഷനായി മാറുന്നത്. പ്രിയപ്പെട്ട ഭക്തരെ, ആരും കേൾക്കാനുണ്ടായിരുന്നില്ല. ഇൻവിറ്റേഷനും ഉണ്ട്, നോട്ടീസും ഉണ്ട്, ഒരു മനുഷ്യന് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ റെക്കോർഡ് ചെയ്തു. അത് പിന്നീട് പുസ്തകത്തിൽ ഇൻട്രൊഡക്ഷൻ ടു ഭഗവത്ഗീതയായിട്ട് വരുന്നു, 40 പേജിൻ്റെ. അങ്ങനെ പതുക്കെ 1-2 ആളുകൾ വന്ന് തുടങ്ങുന്നു. അന്ന് പ്രഭുപാദിന് മൃദംഗമില്ല കയ്യിൽ, കർത്താൽ മാത്രമുണ്ട്. മൃദംഗം എങ്ങനെയൊരു ഡ്രം കിട്ടുന്നു, അതും കൊണ്ട് അദ്ദേഹം പോകുന്നു. പ്രോപ്പറായിട്ടുള്ളൊരു മൃദംഗമല്ല. അതും കൊണ്ട് ടോംസ്കിൻ സ്ക്വയർ പാർക്കുണ്ട്. ഇന്ന് മാച്ച്ലെസ് ഗിഫ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. അടുത്ത് മീൻസ് ഒരു 1-2 കിലോമീറ്ററിൻ്റെ അകത്താണ്. അവിടെയും നമ്മൾ പോയിരുന്നു. ആ പാർക്കിനകത്ത് കയറുമ്പോൾ തന്നെ, പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ഇതല്ല. അതിനകത്ത് കയറുമ്പോൾ തന്നെ അവിടുത്തെ ബെഞ്ചുകളിൽ മുഴുവനും ഈ ഡ്രഗ് അഡിക്ട്സ് ആണ് ഇരിക്കുന്നത്. കണ്ടാൽ പേടിയോ, അതിൽ കൂടെ അവരുടെ ഇടയിൽ കൂടെ നടന്ന് നമ്മൾ പോകണം. ഈ ടോംസ്കിൻ സ്ക്വയർ പാർക്കിൽ പ്രഭുപാദിൻ്റെ അദ്ദേഹം ഇരുന്ന ഹരേകൃഷ്ണ ട്രീ ഉണ്ട് അവിടെ. പ്രഭുപാദ് ട്രീ എന്ന് പറയും, ഹരേകൃഷ്ണ ട്രീ എന്ന് പറയും ഇന്നും. അവിടെ നമ്മൾ പോകാൻ വേണ്ടി ഇതിൻ്റെ ഇടയിലൂടെ പോകണം. കഞ്ചാവിൻ്റെ സ്മെല്ല് മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ പോയ സമയത്ത് ഈ പ്രഭുപാദിൻ്റെ ട്രീ അവിടെ ഒരു ചെറിയൊരു കോട്ടയാട് പോലെയാണ്. ഒരു മരം എപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ചുറ്റും ആളുകൾ ഇരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫോട്ടോവും വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ റോക്ക് ബാൻഡ് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. എവിടെ ഇരുന്നാണോ പ്രഭുപാദ് മൃദംഗമായിട്ട് ഹരേകൃഷ്ണ മഹാമന്ത്രം ടോംസ്കിൻ സ്ക്വയർ പാർക്കിൽ 2 മണി മുതൽ 5 മണി വരെ കീർത്തനം ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും. അങ്ങനെയാണ് ആളുകൾ വന്നു തുടങ്ങിയത്. ഒന്നുമില്ല, ആദ്യം കുറച്ച് ദിവസം കർത്താൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരേ ട്യൂൺ, അദ്ദേഹത്തിൻ്റെ പ്രഭുപാദിൻ്റെ മെലഡി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. 3 മണിക്കൂർ എല്ലാ ദിവസവും അദ്ദേഹം ചെയ്യുമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാര്യം ഒരുപാട് ഈ മ്യൂസിക്കിൽ റോക്കും മറ്റേ മ്യൂസിക്കിലും താല്പര്യമുള്ള ഒരുപാട് ആളുകൾ അതിൽ കൂടെ പാർക്കിലൂടെ പോകും. അപ്പോൾ അവരെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരിക്കൽ പ്രഭുപാദിന് ഡ്രം കിട്ടി. മൃദംഗമല്ല, മൃദംഗം പോലത്തെ ഒരു സാധനം. പിന്നെ അവരുടേതായിട്ടുള്ള ഗിറ്റാറും മറ്റുള്ള വയലിനും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർ ഇതിൻ്റെ കൂടെ മ്യൂസിക്. കാര്യം ഇതൊരു മ്യൂസിക് ആയതുകൊണ്ട് അവർക്കൊരു താല്പര്യം. എന്നാൽ എല്ലാവരും ഇടയിൽ കുടിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ചിലവർ വലിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു, ഇഞ്ചക്ട് ചെയ്യുന്നു, കുടിക്കുന്നു. ഇതൊക്കെയാണ് ഇതിനെ ചുറ്റും. പ്രഭുപാദ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ പതുക്കെ കീർത്തനിലേക്ക് അട്രാക്റ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. പ്രഭുപാദ് ഫ്യൂച്ചർ കാണുന്നുണ്ട് മുമ്പിൽ. ഒരക്ഷരം മിണ്ടിയില്ല, എല്ലാം ടോളറേറ്റ് ചെയ്തു, എല്ലാം അദ്ദേഹം ടോളറേറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പോയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്തും ചുറ്റും കാണുന്നത് അവിടെ മദ്യപിച്ചിരിക്കുന്ന ആളുകളും, പകുതി ആളുകൾക്ക് ഡ്രസ്സ് പോലുമില്ല. പിന്നെ ഈ പറയുന്ന മ്യൂസിക് നടക്കുന്നു. സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇതാണ് ഇന്ന് അങ്ങനെ. അന്നും എന്തായിരുന്നു അവസ്ഥ? ഭഗവാന്റെ കൃപ കൊണ്ട് ആ മരം ഇപ്പോഴും ഉണ്ട്. പ്രഭുപാദ് ഇരുന്ന് കീർത്തനം ചെയ്യാറുള്ള ടോംസ്കിൻ സ്ക്വയർ പാർക്കിലെ ഹരേകൃഷ്ണ ട്രീ. ഒരക്ഷരം മിണ്ടാതെ പ്രഭുപാദ് 3 മണിക്കൂർ കീർത്തനം എല്ലാ ദിവസവും ചെയ്തിരുന്നു. അങ്ങനെ പതുക്കെ ഒരാൾ വന്നു, 2 ആൾ വന്നു, ജോയിൻ ചെയ്തു. ലഹരിയിൽ അവർ ഡാൻസ് കളിച്ചിട്ടാണ് തുടങ്ങുന്നതെല്ലാം. അങ്ങനെ അവസാനം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിത്യാനന്ദ പ്രഭുവിൻ്റെയും ആ ഒരു എംപവർമെൻ്റാണ് പ്രഭുപാദിനുള്ളത്. മാജിക്ക് നടക്കാതിരിക്കുകയോ. പതുക്കെ ആളുകൾ മാറി തുടങ്ങി. പിന്നെ മാറി തുടങ്ങുന്ന സമയത്ത് പ്രഭുപാദ് വേണ്ട രീതിയിൽ ഡോസുകൾ കൊടുത്തു, മരുന്നിന് ഡോസ് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഒറ്റയ്ക്ക്, സിംഗിൾ ഹാൻഡഡ്ലി, ആരും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ പതുക്കെ ആളുകൾ വന്നു തുടങ്ങി, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വന്നു. അത് ആ കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പ്രഭുപാദിൻ്റെ കൂടെ കൂടി. അപ്പോൾ അവർ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്സാണ്. ആ ഒരു കൾച്ചറാണ് അമേരിക്കയിലുള്ളത്. പ്രഭുപാദ് പറഞ്ഞു, ഇങ്ങനെ ശരിയാവില്ല, നിങ്ങൾ കല്യാണം കഴിക്കണം, ഇതൊന്നും ശരിയാവില്ല, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് പരിപാടിയൊന്നും അധികം പറ്റില്ല, അതിന് ഫോളോ നിങ്ങൾ കല്യാണം കഴിക്കുക. അപ്പോൾ അവർ കല്യാണം കഴിക്കാൻ തയ്യാറല്ല എന്ന് ആദ്യം പറഞ്ഞു. കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം, അല്ലാതെ പറ്റില്ല. പ്രഭുപാദ് പറഞ്ഞു. ദീക്ഷ കൊടുത്തു തുടങ്ങി പ്രഭുപാദ്. അന്നത്തെ കാലത്ത് പ്രഭുപാദ് ദീക്ഷ കൊടുക്കുമ്പോൾ ഓരോ ഡിവോട്ടിക്കും ഡിസൈപ്പിളിനും കൊടുക്കുമ്പോൾ ഒരു മാല മുഴുവനും, ഒരു മാല 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിട്ടാണ് പ്രഭുപാദ് ചൊല്ലും ആ മാലയിൽ, എന്നിട്ടാണ് കൊടുക്കുക. 64 മാലയായിരുന്നു പ്രഭുപാദിൻ്റെ സ്റ്റാൻഡേർഡ് അന്ന് തുടക്കത്തിൽ. 64 മാല എന്ന് കേട്ടപ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂർ എന്ന് കേട്ടപ്പോൾ അന്നത്തെ ഡിസൈപ്പിൾസ് അത്ഭുതമായി. അയ്യോ, ഇതെങ്ങനെ സാധിക്കും, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. പ്രഭുപാദ് അങ്ങനെ കുറച്ച് 32 ആക്കി, അതും പറ്റില്ല. അവസാനം 16 കുറവൊന്നും എന്നോട് പറയരുത്, 16 മിനിമം 16. അങ്ങനെയാണ് 64 16 വന്നത്. ഒന്നും അറിയില്ല. അമേരിക്കയിലുള്ള ആളുകൾക്ക് എന്ത് ഇന്ത്യൻ കൾച്ചർ അറിയാം, എന്ത് ഭഗവത്ഗീത അറിയാം, എന്ത് ഭാഗവതം അറിയാം, എന്ത് കീർത്തന അറിയാം, എന്ത് കൃഷ്ണൻ, ഒന്നും അറിയില്ല അവർക്ക്. വട്ടപൂജ്യം. അവിടേക്കാണ് പ്രഭുപാദ് പോകുന്നത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇന്ത്യ രാജ്യത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു ട്രഡീഷനെങ്കിലും ഉണ്ട്, കൾച്ചറെങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ. എന്നിട്ടും ഫോളോ ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. അവർക്കൊന്നും അറിയില്ല. അപ്പോൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങുവാണ് പ്രഭുപാദ് അവിടെ. എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. സ്ത്രീകൾക്ക്, മാതാജിമാരെ ഡിസൈപ്പിൾസിന് സാരി ഉടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് മാതാജീസിനെ കൊണ്ട് പഠിപ്പിക്കുന്നു. ഇതൊന്നും ആരും ചെയ്യുന്നുണ്ടാവില്ല. ഇതൊന്നും ധോത്തി എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു ശിഷ്യർക്ക്. എല്ലാം, എവറിത്തിങ്, വൈഷ്ണവ എറ്റിക്കറ്റ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുവാണ് ഒറ്റയ്ക്ക്. അങ്ങനെയാണ് തുടങ്ങുന്നത്. 108 അമ്പലങ്ങൾ 11 വർഷം കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചു. 100 കണക്കിന് സെൻറ്ററുകൾ തുടങ്ങി. 14 പ്രാവശ്യം ലോകം മുഴുവനും സഞ്ചരിച്ചു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അദ്ദേഹം. കാര്യം ഇതൊക്കെ നടന്നത് എങ്ങനെയാണ്? അത്രയും ഡിറ്റർമിനേഷനായിരുന്നു പ്രഭുപാദിന്. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിലുള്ള വിശ്വാസം അപാരമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബോസ്റ്റണിൽ ഇറങ്ങിയ സമയത്ത്, ജലദൂതയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു മനോഹരമായിട്ടുള്ള ഒരു പോയം എഴുതുന്നുണ്ട്, ഒരു ഗീതം എഴുതുന്നുണ്ട്. ബംഗാളിയിലാണ്, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒരുപാടുണ്ട് അവിടെ. അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു രാജ്യത്തേക്ക് എന്നെ കൊണ്ടുവന്നു, ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ. ഈ രജോ ഗുണവും തമോ ഗുണവും മാത്രമുള്ള ഈ ലോകത്ത്, ഈ രാജ്യത്തേക്ക് എന്നെ കൊണ്ടുവന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങയുടെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഇങ്ങോട്ട് വരണം എന്നുള്ളത്. ഇവരിലേക്ക് എങ്ങനെ ഞാൻ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കും? ഇത്രയും മതപരിച്ചിട്ടുള്ള ആളുകളുടെ ഇടയിൽ എങ്ങനെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യും? എനിക്കറിയില്ല. എന്നെ ഹെൽപ്പ് ചെയ്യണം. പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിൽ അദ്ദേഹം സമർപ്പിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒന്നുമില്ല അതിനപ്പുറത്ത്. ആ സമർപ്പണമാണ്. അതുകൊണ്ട് പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ളത് അന്ന് എഴുതി അദ്ദേഹം പുറത്തേക്ക് നമുക്ക് കാണിച്ചു തരും. ഇന്നും ആ ഒരു മനോഹരമായിട്ടുള്ള വൈഷ്ണവ ഗീതമാണത്. അവിടെ ഒരു വരിയിൽ അദ്ദേഹം എഴുതുന്നു, ആനി യാച്ചോ ജാതി പ്രഭു അമാര നാച്ചാത്തെ, നാച്ചാവോ പ്രഭു നാച്ചാവോ സെ മാത്തെ, കാഷ്ടേര പൂത്തലി ജാത്ത നാച്ചാവോ സെ മാത്തെ. അദ്ദേഹം പറയുന്നു ഭഗവാനോട്, ഓ ഭഗവാനെ, ഓ കൃഷ്ണ, ഞാൻ അങ്ങയുടെ കയ്യിലുള്ള വെറും ഒരു പാവയാണ്, കളിപ്പാവ, മരപ്പാവ. അങ്ങ് പാവക്കൂത്തുകാരനാണ്, ഞാൻ വെറും പാവയാണ്. പാവക്കൂത്തുകാരൻ പാവയെ ഡാൻസ് കളിപ്പിക്കും അല്ലേ? അതേപോലെ അങ്ങ് പാവകൂത്തുകാരൻ, ഞാൻ പാവയാണ്. എന്താണോ അങ്ങേക്ക് ചെയ്യേണ്ടത് ചെയ്തോളൂ. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നുമില്ല ശക്തിയില്ല, അതിനുള്ള കഴിവില്ല, ഒന്നുമില്ല, ഞാൻ പൂജ്യമാണ്.
ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങാണ്, ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് അങ്ങാണ്. ഞാൻ അങ്ങയുടെ കേരള വെറും പാവയാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ ഡാൻസ് കളിപ്പിച്ചോളൂ. ഇതാണ് നമ്മുടെ ഭക്തിവേദാന്ത സ്വാമി മഹാരാജ് പ്രഭുപാദ് പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിൻ്റെ ശരണാഗതി. ഭഗവാനിലും ഗുരുവിലുമുള്ള ശരണാഗതിയും അതാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഭഗവാന്റെ പാർഷദനാണെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അദ്ദേഹം ഇപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത പോലെ ആരും ചെയ്തിട്ടില്ല. ചൈതന്യ മഹാപ്രഭുവിനെ നമുക്ക് തന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നു, കലിയുഗ പാവന ഹരേ കൃഷ്ണ മഹാമന്ത്രം. കലി സന്തരണ ഉപനിഷത്തിൽ പറയുന്നത് പോലെ ഇതാണ് ഈ യുഗത്തിലെ മന്ത്രം. പിന്നെ പുസ്തകങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം, അത് നമ്മുടെ ഭാഷയിലേക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നു. ചൈതന്യ ചരിതാമൃതം അതേപോലെ തന്നെ ഈവൻ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അവസരവും പ്രഭുപാദ തന്നിരിക്കുകയാണ്. വൃന്ദാവനത്തിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന് ലോകമെമ്പാടും വൃന്ദാവനം എത്തിക്കുകയാണ്. വീട് വൃന്ദാവനമാക്കി മാറ്റുവാനുള്ള അവസരമാണ് തരുന്നത്. എവിടെയാണോ ഭഗവാനെ ആരാധിക്കുന്നത്, രാധാകൃഷ്ണനെ ആരാധിക്കുന്നത്, എവിടെയാണോ ഗൗരനത്തായി ആരാധിക്കുന്നത്, എവിടെയാണോ തുളസി ദേവി പൂജ നടക്കുന്നത്, വൃന്ദാവനമാണ്. എവിടെയാണോ നാമം ജപിക്കുന്നത്, എവിടെയാണോ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നത്, വൃന്ദാവനമാണ്. ലോകം മുഴുവനും വൃന്ദാവനം അദ്ദേഹം എത്തിക്കുന്നു. വൃന്ദാവനത്തിൽ നിന്ന് അദ്ദേഹം വൃന്ദാവനത്തെ എടുത്ത് എല്ലാവരിലേക്ക് എത്തിക്കും. വൃന്ദാവനത്തെ ഓരോ ആളുകളുടെ വീട്ടിലേക്ക് വരെ എത്തിക്കുന്നു പ്രഭുപാദ്. എത്ര പറഞ്ഞാലും ഇന്നത്തെ ദിവസം മുഴുവൻ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, എന്നാലും തീരില്ല അദ്ദേഹത്തിൻ്റെ ഗ്ലോറീസ്. എത്ര ജന്മങ്ങൾ എടുത്താലും തീരില്ല. മനുഷ്യജന്മം കിട്ടുന്നതേ വളരെ റെയറാണ്, നമുക്കറിയാം. ലബ്ധ്വാ സുദുർലഭം ഇതം ബഹു സംഭവന്തേ. ദുർലഭോ മാനുഷോ ജന്മ. പിന്നെ മനുഷ്യജന്മം കിട്ടി എങ്ങനെയോ ഭഗവാന്റെ കൃപ കൊണ്ട്. പിന്നെ അതിനുശേഷം അപ്പോഴും ആയില്ല. ഇതിനു മുമ്പ് എത്രയോ മനുഷ്യജന്മങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടില്ലേ? എന്നാൽ ഇപ്പോഴാണ് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരേ ഒരു കാരണം പ്രഭുപാദാണ്. അദ്ദേഹത്തിൻ്റെ ആ മഹാകൃപ, മഹാകാരുണ്യം. ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരിലേക്കും ശുദ്ധഭക്തി എത്തിക്കുക. വേറെ ഒന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. വേറെ ഒന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, ആചാര്യനാവാൻ വേണ്ടിയിട്ടോ ജഗദ്ഗുരു ആവാനോ അല്ല. അതൊക്കെ നാച്ചുറലി ആയി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അത് ആക്കി കൊടുക്കുന്നതാണ്. അത്രയും സിൻസിയറായിട്ടുള്ളൊരു ഭഗവാന്റെ പാർഷദനെ, സിൻസിയറായിട്ടുള്ളൊരു സെർവൻറ്റിനെ ഭഗവാൻ മുന്നോട്ട് കൊണ്ടുവരില്ല എന്ന് തോന്നുന്നുണ്ടോ? ഭഗവാനെ ശിരസിലേറ്റി വയ്ക്കും അങ്ങനെയുള്ളവരെ, വേൾഡ് ഫേമസ് ആക്കും. അത്ഭുതമല്ല അത് നാച്ചുറലായിട്ട് ഭഗവാൻ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിനൊന്നും വേണ്ടിയിട്ടല്ല പ്രഭുപാദ് ചെയ്തത്. പ്രഭുപാദിന് ഒരേ ഒരു ആഗ്രഹം, എല്ലാവരിലേക്കും കൃഷ്ണാവബോധം എത്തിക്കണം, എല്ലാവരും ശുദ്ധഭക്തരായി കാണണം. കാര്യം അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആഗ്രഹം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ശ്രമം ഞാൻ നടത്തട്ടെ, അത്രയേ ഉള്ളൂ. 1% അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് പ്രഭുപാദ് ചെയ്തത്. പക്ഷേ അത് തന്നെ ലോകത്തിൽ അത്ഭുതങ്ങളുണ്ടാക്കി. ആ അത്ഭുതത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ട ഭക്തരെ നമ്മളെല്ലാവരും. മാജിക് സംഭവിച്ചു, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ ഓരോരുത്തരും. ഇന്ന് ഇവിടെ ഇരുന്ന് ഭാഗവതം വായിക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതും പഠിക്കുന്നതും ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിപ്പിച്ചു തന്നു. നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നുള്ള അറിവ് മുതൽ ശുദ്ധഭക്തിയുത സേവനങ്ങൾ എന്താണെന്ന് പ്രഭുപാദ് നമ്മളെ പഠിപ്പിച്ചു. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ നടക്കാൻ? ഒന്നുമില്ല. വലിയൊരു രാജഭോഗ പ്ലേറ്റ് അത് ഭഗവാന് ഓഫർ ചെയ്ത് സമർപ്പിച്ച് ആ മഹാപ്രസാദമാണ് പ്രഭുപാദ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് എല്ലാം ഉണ്ട്. ഹരേകൃഷ്ണ മഹാമന്ത്രമുണ്ട്, പുസ്തകങ്ങളുണ്ട്, സത്സംഗമുണ്ട്, പ്രസ്ഥാനമുണ്ട്, അമ്പലങ്ങളുണ്ട്. എന്താണ് ഇല്ലാത്തത്? പ്രഭുപാദ് തുടങ്ങുന്ന സമയത്ത് ഇൻ്റർനെറ്റില്ല, ചിന്തിക്കാൻ പറ്റുമോ? വേദാബേസ് ഇല്ല, ഭാഗവതം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, ട്രാൻസ്ലേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചാറ്റ് GPT ഇല്ല, ഒന്നുമില്ല, വട്ടപൂജ്യം.
അവിടെ നിന്ന് തുടങ്ങിയതാണിത്. അദ്ദേഹം എടുത്തിട്ടുള്ള റിസ്കുകളും അദ്ദേഹം ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അതും 70-ാമത്തെ വയസ്സ് മുതൽ പിന്നീട് അദ്ദേഹം ചെയ്ത അത്ഭുതമാണ്. ശരിക്കും അത്ഭുതം, മഹാ അത്ഭുതമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നേ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല. ഭഗവാന്റെ ശക്തി ഒരു അവതാരം, ശക്തി ആവേശിച്ചിട്ടുള്ള ഒരു ജീവതത്വമാണെന്ന്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണെന്നുള്ളത്, ഭഗവാൻ അവിടെ നിന്ന് നേരിട്ട് വിട്ടിട്ടുള്ളതാണെന്നുള്ളത് ഒരു സംശയമില്ല. ഭഗവാന്റെ മെസ്സഞ്ചറാണ് അദ്ദേഹം, ദൂതനാണ്. എല്ലാം ഉണ്ട് നമുക്ക്. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റുണ്ട്, സൗകര്യങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ശാസ്ത്രങ്ങൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ ഭാഷയിലുണ്ട്, നാമമുണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള അവസരം എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്താ ഇല്ലാത്തത്? എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? ഇത്രയും, അതായത് ഒന്ന് ആലോചിക്കണം, ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലാണ്, ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടേ ഇല്ല. എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ബില്യൺസ് ആൻഡ് ബില്യൺസ്, കോടാനു വർഷങ്ങൾ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലായിട്ടുണ്ട്. എന്ന് നമ്മൾ വന്നു എന്നുള്ളതിനൊരു കണക്കില്ല. നമ്മൾ എന്തായാലും വൈകുണ്ഠത്തിലേക്ക് പോയിട്ടില്ല ഇതുവരെ, ഇവിടെ തന്നെ കറങ്ങി നിൽക്കുവാണ്. എന്നാൽ അതെല്ലാം പോട്ടെ, മാറ്റിവെക്കൂ. എന്നാൽ ഇവിടെ നിന്ന് ഇത്രയും കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി വേറൊരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാതെ നേരിട്ട് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള വഴി നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുകയാണ് ശ്രീല പ്രഭുപാദ്. വഴി എന്ന് പറഞ്ഞ വഴി മാത്രമല്ല, വഴി കാണിച്ചു തന്നു. അതിൻ്റെ മാർഗം, അത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരുന്നു. അതിനുവേണ്ടി എല്ലാ ഫെസിലിറ്റീസും തന്നു. സത്സംഗം, ഹരേകൃഷ്ണ മഹാമന്ത്രം, പുസ്തകങ്ങൾ, എന്തിനു പറയണം, എല്ലാം, അമ്പലങ്ങൾ. അദ്ദേഹം നമ്മളെ കൈപിടിച്ച് മുന്നോട്ടും കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടും നമ്മൾ പോകാൻ തയ്യാറല്ല. നിർഭാഗ്യമെന്ന് പറയുള്ളൂ അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് എത്ര ജന്മങ്ങൾ എടുത്താലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല പ്രഭുപാദ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ. എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും, ഒരു കോടി ജന്മങ്ങൾ എടുക്കേണ്ടി വരും ഇതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഇനി ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പക്ഷെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. 2 രീതിയിലാണ്. ഒന്ന്, അദ്ദേഹം തന്നിട്ടുള്ളത്, ആ മഹാകൃപ നമ്മൾ നന്ദിയോടുകൂടി, ആ നന്ദി എന്നും മനസ്സിലുണ്ടായിക്കൊണ്ട് വിനയത്തോടു കൂടി അത് സ്വീകരിക്കുക. എന്നിട്ടും ആത്മാർത്ഥതയോടുകൂടി നമ്മളത് ജീവിതത്തിൽ ആചരിക്കുക. അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ആദ്യത്തെ കാര്യം. പ്രഭുപാദ് തന്നിട്ടുള്ള മഹാകൃപ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകൃപ പ്രഭുപാദാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് നമ്മൾ ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തിൽ അത് ആചരിക്കുക. നന്ദിയോടുകൂടി, കൃതജ്ഞതയോടുകൂടി, വിനയത്തോടുകൂടി ആചരിക്കുക, ആത്മാർത്ഥതയോടുകൂടി ആചരിക്കുക. ഇതാണ് ആദ്യത്തെ ഗിഫ്റ്റ് നമുക്ക് തിരിച്ച് പ്രഭുപാദന് കൊടുക്കാൻ പറ്റുന്നത്. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു സൗഭാഗ്യം നമുക്ക് തന്നിട്ടുള്ളത് ഇനി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ. അതിന് നമ്മളെ കൊണ്ട് സാധിക്കില്ല. പ്രഭുപാദിൻ്റെ കൈകളിലുള്ള മരപ്പാവകളായി മാറുക. നമ്മൾ പ്രഭുപാദിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളായി, പാവകളായി മാറുക. പ്രഭുപാദാണ് പാവക്കുത്തുകാരൻ, നമ്മൾ വെറും പാവകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അദ്ദേഹം നമ്മളെ എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോട്ടെ, എങ്ങനെ വേണമെങ്കിൽ ഡാൻസ് കളിപ്പിക്കട്ടെ. അങ്ങനെ നമ്മൾ അതായത് പ്രഭുപാദിൻ്റെ ആ ആഗ്രഹം സാധിപ്പിക്കുവാൻ നമ്മളെ ഒരു ഉപകരണമാക്കി മാറ്റുക. പ്രഭുപാദിൻ്റെ കയ്യിലുള്ള ഒരു ഉപകരണമായി മാറ്റുക. നമ്മൾ ചെയ്യുന്ന പ്രചരണമാവട്ടെ, നമ്മൾ ചെയ്യുന്ന ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ, നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളാവട്ടെ, നമ്മൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നതാവട്ടെ, ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല, പ്രഭുപാദാണ് ചെയ്യുന്നത്. നമ്മളിലൂടെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള ഏറ്റവും നല്ല പാവകളായി മാറട്ടെ നമ്മൾ. അങ്ങനെയും നമുക്ക് തിരിച്ച് ആ പാവയാവുന്നു ഉദ്ദേശിക്കുന്നു. പ്രഭുപാദ് ചെയ്യുന്നു നമ്മളിലൂടെ ബാക്കി കാര്യങ്ങൾ, മറ്റുള്ളവരിലേക്ക് കൃഷ്ണാവബോധം കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, നമ്മൾ ജന്മസാർത്ഥകരി നമ്മുടെ ജന്മം സാർത്ഥീകരിക്കാൻ വേണ്ടിയിട്ട് അത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യണം അദ്ദേഹം തന്നത്. അതാണ് ഒരു രീതിയിൽ പ്രഭുപാദിനോട്
നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കുക, പരോപകാരം ചെയ്യുക എന്നുള്ളത്. അതിന് നമുക്ക് സാധിക്കില്ല. പ്രഭുപാദനെ ഡിപ്പെൻഡ് ചെയ്യുക പൂർണ്ണമായിട്ടും. പ്രഭുപാദനെ ശരണം പ്രാപിക്കുക, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മരപ്പാവുകളായി മാറുക, ആക്കി അദ്ദേഹം നമ്മളെ ഉപയോഗിച്ച് ചെയ്യട്ടെ, നിന്നു കൊടുക്കുക. അതും ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രഭുപാദന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് മാത്രം, ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ എല്ലാവരും ഭക്തരായി കാണണം എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നന്ദിയാണ് നമ്മളെ രേഖപ്പെടുത്തുന്നത് ഇതിലൂടെ. അല്ലാതെ എത്ര ജന്മങ്ങളെടുത്താലും നമുക്കിതല്ലെങ്കിൽ തീർക്കാൻ സാധിക്കില്ല. ഈ കടം നമുക്ക് തീർക്കാൻ സാധിക്കില്ല. നമുക്ക് കടം തീർക്കാൻ ഇപ്പോഴും സാധിക്കില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കടം തീർക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഞാനടക്കം നമ്മളെല്ലാവരും ഈ ഒരു പ്രോസസ്സ് വളരെ ആത്മാർത്ഥതയോടുകൂടി സ്വീകരിക്കുക. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭക്തിയുത സേവനങ്ങളാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭക്തിയാണ്. പ്രഭുപാദ് പറഞ്ഞു തന്നിട്ടുള്ള വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഭഗവാന്റെ സേവനമാണ്. വേറെ അഭിലാഷങ്ങളൊന്നുമില്ല. അവിടേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പ്രഭുപാദ് നമ്മുടെ കൂടെയുണ്ട്, ഗുരുജനങ്ങളുണ്ട്, പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസുണ്ട്, നമ്മുടെ ഗുരുജനങ്ങൾ എല്ലാവരും നമ്മളെ ഈ ഒരു മാർഗത്തിലേക്കാണ്, അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ മഹാകൃപ നമ്മൾ ഏറ്റുവാങ്ങുക, നന്ദിയോടുകൂടി വിനയത്തോടുകൂടി ആത്മാർത്ഥപരമായിട്ടത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുക. പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. പ്രഭുപാദിൻ്റെ കൈകളിലുള്ള ഉപകരണങ്ങളായി മാറിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ആ ഒരു ബോധത്തോടുകൂടി, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടില്ല. ഞാനൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹം ചെയ്യുന്നു നമ്മളിലൂടെ, അത്രയേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ശ്രീല പ്രഭുപാദിന്. സോ ഞാനിവിടെ നിർത്തുന്നു. ഇനിയും വാക്കുകൾ, ഈ വാണി, ഞാൻ ആഗ്രഹിക്കുന്നു ഈ വാണി, ഈ നാവ് ജീവിതകാലം മുഴുവനും അദ്ദേഹത്തെക്കുറിച്ച് സ്തുതിക്കാൻ വേണ്ടി മാത്രമായി മാറട്ടെ. ഭഗവാനെക്കുറിച്ചും ശ്രീല പ്രഭുപാദ് നമ്മുടെ ഗുരുജനങ്ങളും വേറെ ഒന്നിനും വേണ്ട, വേറൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ടത്. ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക. എല്ലാവരെയും ശ്രീല പ്രഭുപാദ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തിൻ്റെ മഹാകൃപ കൊണ്ട് ഇന്നിവിടെ നമുക്ക് ഇരിക്കാൻ സാധിച്ചു. 2 വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും പ്രഭുപാദിനെക്കുറിച്ച്, പ്രഭുപാദിനെ സ്തുതിക്കാൻ വേണ്ടി സാധിച്ചു. ഇതെല്ലാം പ്രഭുപാദിൻ്റെയും നമ്മുടെ ഗുരുജനങ്ങളുടെയും ഭഗവാന്റെയും മഹാകൃപയാണ്. ആ കൃപ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും തൃപ്പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട്, പ്രഭുപാദിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. जगद्गुरु शीला प्रभुपाद की जय. श्री सचिनंदन श्री गौर हरि की जय. श्री निताय की जय. श्री श्री राधा श्याम सुंदर की जय. श्री वृंदावन धाम की जय. शीला प्रभुपाद तिरोभाव तिथि की जय. तिरोभाव महामहोत्सव की जय. निताय गौर गौर प्रेमानंदे. जय जय श्री राधे श्याम. हरे कृष्णा. प्रणाम. हरे कृष्णा प्रभु जी. हरे कृष्णा. हरे कृष्णा प्रभु. प्रणाम प्रभु. थैंक यू प्रभु. हरे कृष्णा. हरे कृष्णा प्रभु जी. प्रणाम प्रभु जी. हरे कृष्णा. हरे कृष्णा. हरे कृष्ण. हरे कृष्णा प्रभु जी. हरे कृष्णा प्रभु जी. प्रणाम. हरे कृष्णा. हरे कृष्णा प्रभु जी. हरे कृष्णा. थैंक यू प्रभु. हरे कृष्णा. हरे कृष्णा प्रभु जी. श्रीला प्रभुपाद की जय. हरे कृष्णा. थैंक यू प्रभु. Thank you. हरे कृष्णा प्रभु जी. ഇന്നായി ഞങ്ങൾക്കൂടെ ഗോവർദ്ധന പൂജ